ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് അതിന്റെ ആ ബ്യൂട്ടി, മനോഹരത്വം നമുക്ക് മനസ്സിലാക്കി തരുന്നത് യേശുക്രിസ്തു എന്താണ് നമുക്ക് വേണ്ടി നിർവഹിച്ചത് എന്നുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനത്തിലൂടെ ഞാൻ പിന്നെയും കടന്നു പോകുമ്പോൾ ആ ലേഖനത്തോടുള്ള എൻ്റെ സ്നേഹം വളരെയധികം വർദ്ധിക്കുന്നത് ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും എനിക്ക് തോന്നും. നിങ്ങൾ വിചാരിക്കും എനിക്ക് ബൈബിളിൽ ഒരു ഭാഗത്തോട് പ്രത്യേക സ്നേഹം എന്ന് പറയുന്നത് ഇഷ്ടമുള്ളതല്ല, പക്ഷെ അത് കൂടുതൽ കൂടുതൽ വായിക്കും തോറും ഇത് എത്തും പിടിയും കിട്ടാത്ത പോലത്തെ ആഴം അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ശരിക്കും ഇറ്റ്സ് എ മിറാക്കുലസ് ബുക്ക്. ഞാനത് വേദപുസ്തകത്തെ കുറിച്ച് എല്ലാം നമുക്കത് പറയണമെങ്കിലും നിങ്ങൾ പറയാതിരിക്കും ഇനി ഗലാത്തി ലേഖനം വായിക്കാൻ പോകുമ്പോൾ ഇത് തന്നെ പറയുമോ? അങ്ങനെ പറയുന്നതല്ലേ. I was really amazed to look again and again into the book of Hebrews. കാരണം ഞാൻ നിങ്ങളോട് നേരത്തെ സംസാരിച്ചിട്ടുള്ളത് പോലെ യേശുക്രിസ്തുവിന്റെ പത്യോപദേശം, സുവിശേഷത്തിന്റെ പത്യോപദേശം. And I forgot, did I speak in English last time or Manglish? What was it? I used both languages. I'm not very certain. മലയാളം മാത്രമോ? മലയാളം മതി അല്ലേ? അപ്പോൾ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങൾ പറഞ്ഞു തുടങ്ങുന്ന റോമാലേഖനത്തിലാണ് നമ്മൾ കണ്ടു. എന്നാൽ എബ്രായ ലേഖനം വരുമ്പോഴേക്കും അത് പരിജ്ഞാനത്തിന്റെ തലത്തിൽ വളരെ ആഴമുള്ള ഘടനയുള്ള ഒരു വിശ്വാസിക്ക് പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ അടുത്തുനിന്ന് ധ്യാനത്തിലൂടെ അല്ലാതെ മനസ്സിലാകാത്ത വളരെ ആഴമുള്ള മെഡിറ്റേറ്റീവ് ടീച്ചിങ്സ് ആണ് എബ്രായ ലേഖനത്തിലുള്ളത്. അത് വിശുദ്ധീകരണത്തെ സംബന്ധിക്കുന്നതാണ്. വിശുദ്ധീകരണത്തിന്റെ പല അടയാളങ്ങൾ നമ്മൾ എബ്രായ ലേഖനത്തിൽ കാണുന്നുണ്ട്. വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരാളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ കാണുന്നുണ്ട്. എന്താണ് വിശുദ്ധീകരണം എന്ന് പത്രോസിന്റെ ലേഖനമാണ് വിശദീകരിക്കുന്നത്. എങ്കിൽ പോലും വിശുദ്ധീകരണത്തിന്റെ ഒരു വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരാളെ എങ്ങനെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? എന്താണ് നമ്മൾ വളരുന്നത്? ആ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാർക്ക്ഡ് ചേഞ്ചസ്, അതായത് വ്യത്യസ്തമായി ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാവുന്ന, സെപ്പറേറ്റ് ചെയ്യാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? ഇതൊക്കെ എബ്രായ ലേഖനത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നു. ഇറ്റ് ഡിഫൈൻസ് സാങ്ക്ടിഫിക്കേഷൻ ഇൻ ആൻ എലാബറേറ്റ് വേ. നമ്മൾ പത്രോസിൽ കാണുന്ന പോലെ ഷോർട്ടായിട്ടല്ല, വളരെ വിശദമായിട്ട് യേശുക്രിസ്തുവിന്റെ വിശുദ്ധിയുടെ പങ്കാളിത്തം എന്താണ് എന്ന് എബ്രായ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ഈ വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എപ്പോഴും ഒരു ക്രിസ്തീയ ജീവിതത്തിൽ 2 ടീച്ചേഴ്സ് ആണുള്ളത് എന്നുള്ളത്. ബേസിക്കലി there are 2 teachers for every Christian. ഒന്ന് അപ്പോസ്തലന്മാരാണ്. അതായത് എന്തുകൊണ്ട് അപ്പോസ്തലന്മാരെന്ന് ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അപ്പോസ്തലന്മാർ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഐ കനോട്ട് ടീച്ച് യു എനിത്തിങ് ന്യൂ. കാരണം പുൾപിറ്റിന്റെ പുറകിൽ നിൽക്കുമ്പോൾ ഒരാളുടെ അതോറിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം പഠിപ്പിക്കുന്ന ടീച്ചിങ്സ് അപ്പോസ്തലികമാണ് എന്നുള്ളതാണ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് അപ്പോസ്റ്റോളിക്, ഐ ഹാവ് നോ അതോറിറ്റി ടു ടീച്ച് യു. കാരണം എനിക്ക് എൻ്റെ ശബ്ദങ്ങളോ എൻ്റെ ഇന്റർപ്രിട്ടേഷൻസിനോ യാതൊരു വിലയില്ല. അപ്പോസ്തലന്മാർ എന്ത് സഭയെ പഠിപ്പിച്ചോ എന്നുള്ളതിന് മാത്രമാണ് ശരിക്കും അധികാരമുള്ളത്. വേറൊന്നിനും അധികാരമില്ല. പറയാം ഇൻട്രസ്റ്റ് ആണ്, കേൾക്കാം എന്നുള്ളതല്ലാതെ അധികാരമില്ല. ഓക്കെ. എന്നാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് അടിസ്ഥാനമാണ്, സഭയുടെ ഫൗണ്ടേഷൻ. എത്ര പ്രാവശ്യം അപ്പോസ്തലന്മാർ പ്രസംഗിച്ചാലും ദാറ്റ് ക്യാൻ ഓൺലി ബി ദ ഫൗണ്ടേഷൻ. അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായി ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉറയ്ക്കുക എന്ന് പറയുന്നത് നിർബന്ധമാണ്. നമുക്കറിയാം, അടിസ്ഥാന വേദോപദേശങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും അതിന് പല തരത്തിലുള്ള അടിസ്ഥാനങ്ങളുണ്ട്. ഉദാഹരണത്തിന് വചനത്തിൽ, ലേഖനങ്ങളിലൂടെ ഞാൻ പറയുന്ന ലേഖനങ്ങളിലാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ പല ആൾക്കാരും ലേഖനം വായിക്കുമ്പോൾ പലതാണ് തോന്നുന്നത്. അതുകൊണ്ട് പല സഭകളും പല അടിസ്ഥാനങ്ങളാണ് ഇട്ടിരിക്കുന്നത്.
അപ്പൊ ശരിക്കും എന്താണ് നമ്മുടെ സഭയുടെ അടിസ്ഥാനം? എന്തുകൊണ്ടാണ് അത് മാത്രം എന്ന് നമ്മൾ പലപ്പോഴും ഏറ്റുപറയുന്നത്? എന്തുകൊണ്ടാണ് മറ്റ് ക്രിസ്തീയ സഭകൾ, നമ്മളിന്ന് വിരുദ്ധമായ ഉപദേശങ്ങളുള്ള സഭകൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അത്രയും അംഗീകരിക്കാത്തത്? എന്നോട് പലപ്പോഴും പലരും ചോദിക്കുന്ന ചോദ്യമാണ്, വചനം ഒന്നല്ലേ ഉള്ളൂ, അത് വായിച്ചിട്ട് എങ്ങനെയാണ് ഇത്രയും സഭകൾ ഉണ്ടായത്? ഇത്രയും സഭകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാനുള്ള കാരണം എന്താണ്? ബൈബിൾ ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും പറയും ബൈബിൾ ഒന്നേ ഉള്ളൂ എന്ന് മാത്രമല്ല, ബൈബിളിൽ ഏത് പാസേജ് വായിക്കുമ്പോഴും അതിന് ഒരർത്ഥമേ ഉള്ളൂ, പല അർത്ഥങ്ങളില്ല. ഇപ്പം മത്തായി ചേട്ടൻ വായിക്കുമ്പോൾ ഒന്നും, യോഹന്നാൻ ചേട്ടൻ വായിക്കുമ്പോഴും വേറൊന്നല്ല മനസ്സിലാകുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന ഒരേ കാര്യം തന്നെ. ഇപ്പൊ ഒരു ഹിന്ദുവിന്റെ കൈ കൊടുത്താലും ആത്മീക മർമ്മങ്ങളൊന്നും ഗ്രഹിച്ചില്ലെങ്കിലും അതിന് എഴുതിയിരിക്കുന്ന ഗ്രാമർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു അർത്ഥം അത് തന്നെയായിരിക്കും ഏത് മനുഷ്യൻ വായിച്ചാലും മനസ്സിലാകുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത്രയും സഭകൾ ഉണ്ടായത്? ദൈവത്തിന്റെ വചനം വളരെ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകതയാണ്, 4 പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് ദൈവത്തിന്റെ വചനത്തിനുള്ളത്. ഒന്ന്, ദൈവത്തിന്റെ വചനം അതോറിറ്റേറ്റീവ് ആണ് എന്നുള്ളതാണ്. അതായത് ദൈവത്തിന്റെ വചനത്തിന് നമ്മുടെ മേൽ അധികാരമുണ്ട്. ദൈവത്തിന്റെ വചനം എന്തെങ്കിലും പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. അതിനകത്ത് നമുക്ക് മാനുഷികമായ ഇന്റർപ്രിട്ടേഷനോ, അത് അന്നത്തെ കൾച്ചറല്ലേ ബ്രദറെ, പൗലോസിന്റെ കാലമല്ലേ, പൗലോസിന്റെ അഭിപ്രായമല്ലേ, നോ വേ, ഒരു രക്ഷയില്ല. എന്തുകൊണ്ട് രക്ഷയില്ല? നമ്മൾ പൗലോസിന്റെ അഭിപ്രായമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അപ്പോസ്തോലിക അധികാരം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അപ്പോസ്തോലിക അധികാരമാണ്, അതോറിറ്റി. വേദപുസ്തകം എന്ന് പറയുന്ന അതോറിറ്റേറ്റീവ് ടീച്ചിങ് ആണ്. ഇപ്പൊ ഏതെങ്കിലും വേദപുസ്തകത്തിൽ എന്തെങ്കിലും ഒരു കാര്യം എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് കൾച്ചറാണെന്നോ പശ്ചാത്തലമാണെന്നോ പറഞ്ഞൊന്നും അതിന്റെ വില കുറയ്ക്കാൻ പറ്റത്തില്ല. അത് ആ വചനം അങ്ങനെ തന്നെയാണ്. നമ്മൾ 2 തരത്തിലാണ് വചനത്തിന്റെ ശക്തി ഇല്ലാതാക്കി കളയുന്നത്. ഒന്ന്, അതിന്റെ പശ്ചാത്തലം വ്യാഖ്യാനിച്ച് അർത്ഥം ഇല്ലാതാക്കി കളയും. മറ്റൊന്ന്, അത് പൗലോസിന്റെ അഭിപ്രായമാണെന്നും പറഞ്ഞ് അത് നശിപ്പിച്ചു കളയും. ഇത് 2 പണികളും നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. ഈ പശ്ചാത്തലം വ്യാഖ്യാനിക്കുന്നതാണ് ഏറ്റവും ഭയങ്കരമായി പോയിട്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രദറെ ഇങ്ങനെയാണ് പ്രസംഗം, ഇതിന്റെ ഗ്രീക്ക് വാക്ക് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത ഒരു അർത്ഥമായിട്ട് അവർ വരും. അതിന്റെ അർത്ഥം ആ വഴിക്ക് പോകും. ഇതിന് ഇങ്ങനെയും ഒരർത്ഥമുണ്ട്, നല്ല കാര്യം. പക്ഷെ ഈ വാക്യത്തിൽ അർത്ഥം അതായിരിക്കില്ല. നമുക്ക് ഒരു വാക്കിന് പല അർത്ഥങ്ങൾ കാണും, പക്ഷെ ഓരോ വാക്കിന് അതെല്ലാം ദൈവിക സന്ദേശമല്ല. ഉദാഹരണത്തിന്, ഈ വാക്കിന്റെ ഗ്രീക്ക് ഇതാണ്, ഇതിന് ഇങ്ങനെയും ഒരർത്ഥമുണ്ടെങ്കിൽ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. പക്ഷെ ആ അർത്ഥത്തിലല്ലോ അപ്പോസ്തലൻ എഴുതിയത്. അപ്പോസ്തലൻ എന്തർത്ഥത്തിലാണ് ആ വാക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത് അത് മാത്രമേ ദൈവവചനമുള്ളൂ. അല്ലാതെ ഗ്രീക്കിൽ ഇതിന് 4 അർത്ഥം ഉണ്ടെങ്കിൽ അതൊന്നും ദൈവവചനമല്ല. കാരണം അതാണ് മാനുഷിക ശബ്ദങ്ങളുടെ അപര്യാപ്തതയാണത്. ഒരു മനുഷ്യ ശബ്ദം അല്ലെങ്കിൽ മനുഷ്യന്റെ ഭാഷയിലെ ഒരു വാക്ക് ദൈവത്തിന്റെ ആത്മാവ് പൗലോസിന് തെരഞ്ഞെടുക്കാൻ കൊടുത്തു എങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. ആ ഒരൊറ്റ അർത്ഥം മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അവിടെയുള്ള ആ വാക്കിനുള്ള എല്ലാ അർത്ഥങ്ങളും കൂടെ ചേർത്ത് നമ്മൾ പറയാൻ പാടില്ല. കാരണം ദാറ്റ്സ് നോട്ട് ദ വേർഡ് ഓഫ് ഗോഡ്. വേർഡ് ഓഫ് ഗോഡിൽ അവിടെ ഒറ്റ കാര്യമുള്ളൂ, അത് ഒരു ഭാഗം. ഈ ഗ്രീക്ക് പറഞ്ഞ മനുഷ്യരെ പേടിപ്പിക്കുന്നു. പശ്ചാത്തല വ്യാഖ്യാനങ്ങൾ, ഈ പശ്ചാത്തല വ്യാഖ്യാനങ്ങൾ അത് 1-2 എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഈ ധനവാൻ സ്വർഗരാജ്യത്തിൽ പോകുന്നതിനേക്കാളും എളുപ്പം ഒട്ടകം സൂചിക്കുഴയിൽ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ സൂചിക്കുഴ എന്നുള്ളത് യെരുശലേം പട്ടണത്തിന്റെ ഗേറ്റ് ഒന്നിന്റെ പേരാണ് സൂചിക്കുഴ എന്ന് വ്യാഖ്യാനിച്ചത്. അത് ഭയങ്കര അത്ഭുതമാണ്. അതുപോലെയുള്ള വേറെ കുറെ കാര്യങ്ങളുണ്ട് ഈ മനുഷ്യർ വ്യാഖ്യാനിച്ച് നശിപ്പിക്കുന്നു. സഹോദരിമാർക്ക് സഭയിൽ പ്രസംഗിക്കാം ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പറയും, വിശുദ്ധന്മാരുടെ സകല സഭകളിൽ എന്ന പോലെ സ്ത്രീകൾ സഭയിൽ മൗനമായിരിക്കട്ടെ എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അത് പൗലോസിന്റെ പശ്ചാത്തലം. കൊരിന്ത് സഭയിൽ കുറെ ബഹളക്കാരായ സ്ത്രീകളുണ്ടായിരുന്നു. എത്രാം വാക്യം? അവിടെ ബൈബിളിലില്ല. അത് ഞങ്ങൾ പശ്ചാത്തലത്തിൽ നിന്ന് ബൈബിളിന്റെ അർത്ഥം മാറ്റാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. അത് പശ്ചാത്തലത്തിൽ നിന്ന് ഇൻസ്പയർഡ് അല്ല കേട്ടോ. പശ്ചാത്തലവും കോണ്ടെക്സ്റ്റുവൽ സ്റ്റഡീസും നിങ്ങൾ പറയുന്ന കമന്ററിയുടെ അവസാനം എഴുതിയിരിക്കുന്ന ഭാഗങ്ങളും ബൈബിളിന്റെ താഴെ, സ്റ്റഡി ബൈബിളിന്റെ താഴെ നോട്ടുകളൊന്നും ഇൻസ്പയർഡ് അല്ല. അതൊക്കെ മനുഷ്യന്റെ അഭിപ്രായങ്ങളാണ്. ഇൻസ്പയർഡ് അല്ലെങ്കിൽ ദൈവീകം എന്ന് പറയാൻ അതിന് മുകളിൽ കാണുന്ന ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് വാക്യങ്ങൾ, വചനം മാത്രം. അവിടെ പറഞ്ഞിരിക്കുന്നത് കൊരിന്ത് സഭയിലെ 3-4 പെണ്ണുങ്ങൾ ബഹളം വയ്ക്കുമായിരുന്നു, നല്ല ആ വാക്യം. ആ വാക്യം വിശുദ്ധന്മാരുടെ സകല സഭകളിലും എന്ന പോലെ. അപ്പൊ സകല സഭകളിലും എന്ന പോലെ എന്ന് പറയുമ്പോൾ എല്ലാ സഭയിലും ബഹളം വയ്ക്കുന്നവരുണ്ടെന്ന് പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വചനത്തിന്റെ പശ്ചാത്തലം പറഞ്ഞ് നമ്മൾ അതിന്റെ മീനിങ് എടുത്ത് കളയും. ഈ പശ്ചാത്തല പഠനങ്ങളുടെ അനേകം പ്രത്യേകതകളുണ്ട്. നമ്മൾ പലപ്പോഴും ഈ പശ്ചാത്തലം പറഞ്ഞാണ് ഓരോ വചനത്തിന്റെയും ബലം എടുത്തു കളയുന്നത്. അപ്പോ ദൈവത്തിന്റെ വചനത്തിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതോറിറ്റേറ്റീവ്. നമ്മൾ വചനം എന്തെങ്കിലും പറഞ്ഞാൽ അത് പൗലോസിന്റെ അഭിപ്രായമാണ്, ഇതാണ് അടുത്ത കെണി.
ഈ പൗലോസിന്റെ അഭിപ്രായമാണ് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ അതൊരു കാര്യമാണ്, പൗലോസിന്റെ അഭിപ്രായമാണ്. അതുപോലെ എന്താ മൂടുപടം ഇടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് പൗലോസിന്റെ അഭിപ്രായമാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത എല്ലാം പൗലോസിന്റെ അഭിപ്രായമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ഏതൊക്കെ വിശ്വസിക്കാം, ഏതൊക്കെ കൾച്ചർ അല്ല, ഏതൊക്കെ കൾച്ചറാണെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണ്ടേ? അത് പറഞ്ഞു തരികയില്ല. അപ്പൊ ബൈബിളിന്റെ അതോറിറ്റി തന്നെ നമ്മൾ എടുത്തു കളയുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ പലപ്പോഴും പല സംശയങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ സ്ത്രീകൾക്ക് പ്രസംഗിച്ചുകൂടെ ഒക്കെ നിങ്ങൾ ചോദിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഇന്ന് നമ്മുടെ ഇടയിൽ എല്ലാ സംഭവങ്ങളും നടക്കുന്നുണ്ട്. പ്രസംഗം, വചനപ്രസംഗം, അതായത് മൂപ്പന്മാരുള്ള സഭയിൽ, സഹോദരന്മാരുള്ള സഭയിലുള്ള വചനപ്രസംഗവും ഇടയ ശുശ്രൂഷയും സഹോദരിമാർക്ക് വേദപുസ്തകം അനുവദിക്കുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല സഹോദരിമാരെ, അതില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതോറിറ്റി വേദപുസ്തകത്തിലെ വചനത്തിനാണ്. ചേച്ചിന് ആഗ്രഹമുണ്ട് എല്ലാവർക്കും അവസരം കൊടുത്തിട്ട് മാറി നിന്നാൽ കൊള്ളാം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. വാട്ട് ദ ബൈബിൾ സേസ് ഇറ്റ് ഹാസ് അതോറിറ്റി. അപ്പം ആ ആള് ഈ ആള് അതൊന്നും എനിക്കറിയത്തില്ല, ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇവരെല്ലാവരും അങ്ങനെ ആയിക്കോട്ടെ, ബൈബിൾ ഇങ്ങനെയാണല്ലോ പറയുന്നത്. അതിന്റെ തിയോളജിക്കൽ റീസൺ കൂടെ പറയുമല്ലേ. ഹവ്വയാണ് ആദ്യം വഞ്ചിക്കപ്പെട്ടത്. അപ്പൊ തിയോളജിയായി, തിയോളജി കൂടെ പറയുന്നു, കൾച്ചർ മാത്രമല്ലല്ലോ. ഹവ്വ ആദ്യമായി വഞ്ചിക്കപ്പെട്ടത് കൊരിന്തിലും തിമോത്തിയോസ് നടത്തിയ എഫെസസ് സഭയിലും മാത്രമല്ലല്ലോ. എല്ലായിടത്തും ഹവ്വയുടെ മക്കൾ തന്നെയാണ് നമ്മൾ. അത് തിയോളജിക്കൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ തിയോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് പോലും പൗലോസ് പറയുമ്പോൾ നമ്മുടെ കൾച്ചറുമായിട്ട് ഫിറ്റ് ആവുന്നില്ലെങ്കിൽ വി ഡിസ്മിസ് ഇറ്റ് എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ അതോറിറ്റി എടുത്തു കളയുന്ന ഒരു പശ്ചാത്തല പഠനം. ഹോമോസെക്ഷൽസ് സഭയിൽ വന്ന് എങ്ങനെയാണെന്നറിയാമോ? അത് അവർ ഇതേ റീസണാ പറഞ്ഞത്. പൗലോസിന്റെ യഹൂദമത ചിന്തയാണ് ഈ റോമാലേഖനം 1-ാം അധ്യായത്തിൽ അപമാന രാഗങ്ങൾ കേൾപ്പിച്ചതാന്നൊക്കെ പറഞ്ഞേക്കുന്നത്. പൗലോസ് അല്ലാതെ ആരെങ്കിലും ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച്, ഹോമോസെക്ഷൽസിനെ ഓർഡൈൻ ചെയ്യില്ലെന്ന് എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? നിയമത്തിലുണ്ടോ? ഇല്ല. അപ്പൊ പൗലോസിനെ ചവിട്ടിയാൽ എന്തിന് നടക്കും? ആദ്യം ഫെമിനിസ്റ്റുകാര്, പിന്നെ ഹോമോസെക്ഷൽസ്, എല്ലാം ഈ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറാൻ വേണ്ടി ഉപയോഗിച്ചത് പൗലോസിനെ മർദ്ദിക്കുക എന്നുള്ളത്. ദൈവത്തിന്റെ അപ്പോസ്തലൻ പറയുന്നതിന്റെ അതോറിറ്റി നമുക്ക് മനസ്സിലാകാതെ പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ വേറൊരു കാര്യങ്ങളുണ്ട്. ബൈബിളിന്റെ അതോറിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു പ്രവാചകൻ വന്ന ഒരു ആലോചന പറയുമ്പോൾ വി ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. കാരണം ദൈവാത്മാവ് പറഞ്ഞെന്നാണ്, അതിനെതിരെ നിൽക്കരുതെന്നാണ്. പക്ഷേ ദൈവാത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞൊരു പ്രവാചകൻ പറയുന്നതിനേക്കാളും ശക്തി ഏതിനായിരിക്കണം? തീർച്ചയായിട്ടും എഴുതി നമുക്ക് തന്ന വചനത്തിനായിരിക്കണം, അല്ലെ? ഉറപ്പായിട്ടും. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും. നിങ്ങളൊരു ദർശനം കണ്ടെന്ന് വെച്ചോ, കർത്താവ് നിങ്ങളോടൊരു വാക്ക് സംസാരിച്ചു, കേട്ടു. ആ ശബ്ദമാണോ എഴുതപ്പെട്ട വേദപുസ്തകമാണോ പ്രധാനം? തീർച്ചയായിട്ടും എഴുതപ്പെട്ട വേദപുസ്തകമാണ് പ്രധാനം. കാരണം ഒരാൾ പറയുന്നതിനേക്കാളും ലാസ്റ്റിംഗ് വാല്യൂ ആണ് എഴുതി തന്ന പ്രമാണത്തിന്. പറയുന്ന പ്രമാണം ആവേശമായിരിക്കും, ഇന്ന് ചെയ്യാൻ പറഞ്ഞതായിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല. പക്ഷേ വചനം നിത്യമാണ്. വചനത്തിന്റെ ആപ്ലിക്കേഷൻ ഒരിക്കലും മാറുന്നില്ല. അപ്പൊ ഈ വചനവുമായിട്ട് ഫിറ്റ് ആവാത്ത ഒന്നും കർത്താവ് പറയുകയില്ല. അപ്പൊ ആധികാരികം എന്ന് പറയാനും എല്ലാവർക്കും ഒത്തുനോക്കാനും നന്മതിന്മകളെ വിവേചിക്കാനും ദൈവത്തിന്റെ വചനമല്ലാതെ വേറെ അതോറിറ്റി ഉള്ള വേറൊരു സാധനവും ലോകത്തിലില്ല. അതാണ് വചനത്തിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് വചനം ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നുള്ള, അതിന് തെറ്റുകളൊന്നുമില്ല, ഒരു തെറ്റുമില്ല, ഒരു മിസ്റ്റേക്കും ഇല്ല. അത് ഈ ഇന്നറാൻസി എന്ന് പറയുന്ന ബൈബിളിൽ മിസ്റ്റേക്കുകളില്ല. അതിന്റെ ഒറിജിനൽ ലാംഗ്വേജിൽ എഴുതപ്പെട്ട ബൈബിളിൽ മിസ്റ്റേക്കുകളില്ല. അപ്പൊ നിങ്ങൾ പലപ്പോഴും വിചാരിക്കും അതിനകത്ത് പല ശാസ്ത്രീയമായ മിസ്റ്റേക്സ് ഉണ്ടല്ലോ ബ്രദറെ. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, ബൈബിൾ ഇങ്ങനെ പറയുമായിരുന്നു വിചാരിച്ചു, ബൈബിൾ പറയാണ് ഭൂമി ഉരുണ്ടതാണ്, ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബൈബിളിൽ ഒരു വാക്യം ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചു. അങ്ങനെ ഇല്ല, ഇങ്ങനെ ഉണ്ടായിരുന്നു വിചാരിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ എഴുതുകയാണ്, ആദിയിൽ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, ഭൂമി ഒരു ഉരുണ്ട ഗോളമായിരുന്നു, അത് സൂര്യനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു എഴുതി എന്ന് വിചാരിച്ചു. ഈ പുസ്തകം ഒന്ന് ആരെങ്കിലും വായിക്കുമോ? ആരും വായിക്കില്ല. കാരണം അവരപ്പോഴേ പറയും, അയ്യോ ഇതെന്ത് പുസ്തകം. കാരണം എന്താ?
ഇത് ഭൂമി ഉരുണ്ടതാണെന്ന് നമുക്ക് ഇന്ന് തന്നെ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ ആദ്യം ഈ ബൈബിൾ എഴുതുന്നതിന് മുമ്പ് മോശ എന്ത് ചെയ്യണം? ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിക്കാനുള്ള ശാസ്ത്രം കൊണ്ട് എഴുതണം, അല്ലേ? അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാവുമോ? മനസ്സിലാവില്ല. അപ്പൊ ആദ്യം എന്ത് എഴുതണം? ഭൂമി ഉരുണ്ടതാണെന്നുള്ളതിന്റെ തെളിവുകൾ തെളിയിക്കണം. അപ്പൊ പിന്നെ അവസാനം ഇതെല്ലാം കൂടി ഒരു ഫിസിക്സ് പുസ്തകം പോലെ ആയിപ്പോയി. ബൈബിൾ എങ്ങനെ സംസാരിച്ചത്? ബൈബിൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് സംസാരിച്ചത്. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറയാണ്, സൂര്യൻ കിഴക്കുദിക്കുന്നു. ശരിയോ തെറ്റോ? നിങ്ങൾ പറയും, ശരിയാണോ തെറ്റാണോ? സംഗതി സത്യം പറഞ്ഞാൽ തെറ്റാണ്. പക്ഷെ നമ്മൾ എന്തിനാ അങ്ങനെ പറയുന്നത്? അതാണ് മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷ. ദൈവത്തിന്റെ വെളിപ്പാട് അന്നത്തെ അതാത് കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്. ശാസ്ത്രം എഴുതി പിടിപ്പിക്കാൻ വേണ്ടി അല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ വെളിപ്പാടുകൾ ഓരോ സമയത്തും അതാത് കാലത്തെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അല്ലാതെ ശാസ്ത്രം തെളിയിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ പൈതഗോറസ് സിദ്ധാന്തം ഒക്കെ ആയിട്ട് ബൈബിൾ മാറിയേനെ. അതായത് ന്യൂട്ടന്റെ ചലന നിയമങ്ങളെല്ലാം സ്പെഷ്യൽ അപ്പൻഡിക്സ് ആയിട്ട് കൊടുക്കേണ്ടി വന്നേനെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത് ആരെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇങ്ങനെയാണോ നമ്മൾ വചനം നമ്മളോട് സംസാരിക്കേണ്ടത്? അല്ല. അപ്പോൾ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബൈബിളിൽ മിസ്റ്റേക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ശാസ്ത്രം തെളിയിക്കാനൊന്നും ബൈബിൾ പോകുന്നില്ല. അത് ബൈബിളിന്റെ പണിയല്ല. അതുകൊണ്ട് ഗഹനമായ ശാസ്ത്ര സത്യങ്ങൾ, പിന്നീട് കണ്ടുപിടിച്ച ശാസ്ത്രീയ സത്യങ്ങൾ അന്നത്തെ പാവം ഈ BC 7000 ആണ്ടിലും 6000 ആണ്ടിലും ജീവിച്ചിരുന്ന പാവങ്ങളുടെ തലയിലേക്ക് ബൈബിൾ വെക്കുന്നില്ല. ഞങ്ങളുടെ കോളേജ് കാലത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഡിഗ്രി പഠിക്കുമ്പോഴാണ് തോന്നുന്നു, ആ ന്യൂട്ടൺ ജനിക്കുന്നതിന് മുമ്പെങ്ങാനും ജനിക്കുമായിരുന്നെങ്കിൽ ഈ പറയുന്ന നിയമങ്ങളും ഈ ശാസ്ത്രവും ഫിസിക്സും ഒന്നും പഠിക്കണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അന്നത്തെ ജനങ്ങളുടെ അടുത്തേക്ക് ബൈബിൾ ഇതെല്ലാം പഠിപ്പിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേ? പ്രിയ സഹോദരങ്ങളെ, വേദപുസ്തകം ശാസ്ത്രം പഠിപ്പിക്കാനുള്ള പുസ്തകമല്ല, ദൈവത്തിന്റെ വചനം നമ്മോട് എന്ത് പറയുന്നു സംസാരിക്കാനുള്ള പുസ്തകം. അത് അതാത് കാലഘട്ടത്തിൽ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന, ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് അത് പഠിപ്പിച്ചിരിക്കുന്നത്. അത് അവർക്ക് മനസ്സിലാകാത്ത 21ാം നൂറ്റാണ്ടിലെ ആൾക്കാർക്ക് മാത്രം മനസ്സിലാകുന്ന ശാസ്ത്രവുമായിട്ട് 1ാം നൂറ്റാണ്ടിൽ ദൈവത്തിന്റെ വെളിപ്പാട് കൊടുത്ത് അന്നത്തെ പ്രവാചകന്മാർ പ്രസംഗിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രയോജനം നാട്ടുകാർക്കുണ്ടോ? ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ദൈവത്തിന്റെ മെസ്സേജ് സംസാരിക്കുന്ന വേദപുസ്തകം ഒരിക്കലും ആംബിഗ്വസ് ആയിട്ട് സംസാരിക്കുന്നില്ല. ദാറ്റ് മീൻസ് the word of God speaks the truth all the time with clarity. ക്ലിയർ ആണ്. അതായത് കാലത്ത് ആ മെസ്സേജ് കൃത്യമായി അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് വേദപുസ്തകത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ബൈബിൾ എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ചിലപ്പോൾ നമ്മളിങ്ങനെ പറയല്ലേ, ഇതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് എഴുതിയായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ഡിനോമിനേഷൻസ് ഉണ്ടാകുമായിരുന്നോ? ചോദിച്ചിട്ടില്ലേ നിങ്ങൾ? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് എഴുതിയിരുന്നെങ്കിൽ തോന്നിയിട്ടുണ്ടോ? ശിശു സ്നാനം തെറ്റാണ് എന്ന് വ്യക്തമായിട്ട് ബൈബിൾ എഴുതുമായിരുന്നെങ്കിൽ നമുക്ക്, അല്ലെ? അങ്ങനെ തോന്നിയിട്ടില്ലേ? ഇപ്പൊ ക്ലാരിറ്റി കുറവുണ്ടോ ബൈബിളിൽ? ഒരു ക്ലാരിറ്റി കുറവില്ല. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്? ഇതെല്ലാം കൃത്യമായിട്ട്, പ്രിയ സഹോദരങ്ങൾ, എത്ര കൃത്യമായിട്ട് എഴുതിയാലും നമുക്ക് വേണ്ടത് മാത്രമേ നമ്മൾ അനുസരിക്കുകയുള്ളൂ. നമ്മുടെ പാപം കാരണമാണ് ഇത് ക്ലാരിറ്റി ഇല്ലെന്ന് തോന്നുന്നത്. ഫോർ എക്സാമ്പിൾ, ദൈവം ഏശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ തെരഞ്ഞെടുത്തു. ബൈബിൾ പറയുന്നു എന്തുകൊണ്ടാ? ബൈബിൾ എന്തുകൊണ്ടാണ് പറയുന്നത്? എന്തുകൊണ്ടാന്നാ പറയുന്നത്? തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ നിർണയം മനുഷ്യരുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, ദൈവം നിർമ്മിച്ചവന്റെ ഇഷ്ടത്താലാണ് എന്ന് വരേണ്ടതിന്, തെരഞ്ഞെടുക്കുന്നവന്റെ ഇഷ്ടത്താലാണ് ഇതെന്ന് വരേണ്ടതിന് വേണ്ടിയാണ്. അതായത് മനുഷ്യരുടെ ഒരു നന്മയുമല്ല. യേശാവിനെ മുകളിൽ യാക്കോബിനെ തെരഞ്ഞെടുക്കണമെങ്കിൽ അവിടെ തന്നെ റീസൺ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ റീസൺ? എന്തുകൊണ്ടാണ്? റോമലേഖനം 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പം അവിടെ കൃത്യമായി റീസൺ പറഞ്ഞിട്ടുണ്ട്. 11-ാം വാക്യം, കുട്ടികൾ ജനിക്കുക ഗുണമോ ഇട്ടെ ദോഷമായിട്ട് ഒന്നും പ്രവർത്തിക്കുക ചെയ്യും മുമ്പേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം അത്ര എന്ന് വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നവൻ അരുളി ചെയ്തു. എന്തിനാ അത് അരുളി ചെയ്തത്? അങ്ങനെ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവഹിതം എവിടെ നിന്ന് വരുന്നതാണ്? അത് പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിക്കുന്ന ആളുടെ സൗകര്യമാണ് എന്ന് വരേണ്ടതിന് പാവമായിരുന്ന ഏശാവിനെ, എപ്പോഴും ക്ഷമിക്കുന്നവനായിരുന്ന ഏശാവിനെ വിട്ടിട്ട് കർത്താവ് എന്ത് ചെയ്തു? യാക്കോബിനെ തെരഞ്ഞെടുത്തു. എന്ത് കാണിക്കാനായിരുന്നു? ഉപായിയായ യാക്കോബിനെ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയായിരുന്നു? അത് ദൈവത്തിന്റെ സൗകര്യം. ഇനി ആരാണ് ചോദിക്കാൻ എന്നാണ് ഈ വേദപുസ്തകം നമ്മൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ അത് വളരെ കഠിനമാണ് ആ വാക്ക്. അത് എങ്ങനെ ദൈവം തെരഞ്ഞെടുക്കുന്നു
എന്നുള്ളതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി പെയിൻഫുൾ ഓൾസോ ടു തിങ്ക് അബൌട്ട് ദാറ്റ്. പക്ഷെ 9-ാം അധ്യായത്തിൽ പറയുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ജാതിയുടെ തെരഞ്ഞെടുപ്പാണ്, അബൌട്ട് എ ജനറേഷൻ. എങ്കിലും ദൈവത്തിന്റെ തത്വം അത് തന്നെയാണ്, അതിന് മാറ്റമില്ല. അപ്പൊ നമ്മൾ ഇതിനെ ഡൈല്യൂട്ട് ചെയ്ത് ദൈവത്തെ ഒരു മാന്യനായി അവതരിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയും അത് ഞാൻ കേട്ടിട്ടുള്ള പ്രസംഗം പറയുന്നത്, അത് കുറെ നാൾ കഴിയുമ്പം ഈ ഏശാവ് പായസത്തിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിട്ടുകൊടുക്കും. ദൈവത്തിന് അറിയാമായിരുന്നു. അപ്പൊ മുൻകൂട്ടി അറിയാവുമ്പോൾ പിന്നെ ആരെ ബ്ലസ് ചെയ്താൽ മതി? യാക്കോബിനെ ബ്ലസ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ പ്രവൃത്തികളല്ലേ റീസൺ ആയത്? ഇവിടെ എഴുതിയിരിക്കുന്നത് അതല്ല റീസൺ, ദൈവത്തിന്റെ സൗകര്യമാണ് അത് എന്ന് തെളിയേണ്ടതിന് എഴുതി. അപ്പൊ നമുക്ക് ക്ലാരിറ്റി സംസാരിച്ചു ബൈബിള്, പക്ഷെ നമ്മൾ രണ്ടുപേര് വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ ക്ലാരിറ്റി പോയി. ഞങ്ങളുടെ ചർച്ചിലൊരു എറണാകുളത്തെ ചർച്ചിൽ വലിയ പങ്കും അധികം വേറെ ഉപദേശങ്ങൾ കേട്ടിട്ടുള്ളതല്ല. പഠിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, ക്ലാരിറ്റിയാണ്. അവർക്ക് ബൈബിൾ ഭയങ്കര ക്ലാരിറ്റി. ഞാൻ ഒരു ഹിന്ദു ബ്രദറിനോട് സംസാരിച്ച അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു ഈ ബൈബിളൊക്കെ മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. ഇവിടെ ഉള്ള ആളല്ല കേട്ടോ, നിങ്ങളുടെ നാട്ടില് അദ്ദേഹം ബൈബിൾ മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയില്ല, അത് ആത്മാവിന്റെ കൃപ വേണമെന്നുള്ള അർത്ഥത്തില്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പുള്ളി എന്നോട് പറഞ്ഞാലറിയോ, ടീച്ചർ ബൈബിളിനെ കുറിച്ച് ഇത് പറയരുത്, കാരണം ആകെ മനുഷ്യനെ വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം ബൈബിളുള്ളൂ. ബാക്കി ഏത് പുരാണ ഗ്രന്ഥം വായിച്ചാൽ ഒരു അക്ഷരം മനസ്സിലാകില്ല. ഇത് നിങ്ങൾ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതേപോലെ ഇങ്ങനെയൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, പിന്നെ കത്തോലിക്കർ ഇങ്ങനെ ചെയ്യുന്ന അവർക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം എന്താ? ദേ ആർ നോട്ട് കറപ്റ്റഡ് ബൈ സോ മെനി സ്കോളേഴ്സ്. വചനം എപ്പോഴും ക്ലാരിറ്റിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അത് ക്ലാരിറ്റിയിൽ നമുക്ക് മനസ്സിലാകാത്തതിന്റെ കാരണം നമ്മൾ നമ്മുടെ ഫിലോസഫീസ് ഇതിനകത്തോട്ട് കയറ്റാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് മനുഷ്യരുടെ ജ്ഞാനികൾ എന്ന് വിചാരിക്കുന്ന മനുഷ്യർക്ക് ദൈവം എന്ത് ചെയ്യുന്നു? ആ വചനത്തെ അങ്ങ് മറച്ചു കളയുന്നു, അവരുടെ ക്ലാരിറ്റി നഷ്ടപ്പെടുന്നു. അപ്പൊ ബൈബിൾ പഠിക്കാൻ എന്ത് ചെയ്യണം? ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠം എന്ന് പറയുന്നത് ഗ്രീക്ക് ഹീബ്രു പഠിക്കാൻ വേണ്ടി അല്ല, ബൈബിൾ പഠിച്ചിട്ടല്ല ബൈബിൾ പഠിക്കുന്നത്. എന്നോട് ഒരു ദിവസം മല്ലപ്പള്ളി ഞാൻ ചർച്ചയിൽ പ്രസംഗിച്ചപ്പോൾ ഒരു സഹോദരനോട് പറഞ്ഞു, താങ്കൾക്ക് ഹീബ്രു അറിയാമോ? ഞാൻ പറഞ്ഞില്ല. ഗ്രീക്കോ? ഞാൻ പറഞ്ഞു ഗ്രീക്ക് 3 സെമസ്റ്റർ ഞങ്ങളുടെ സെമിനാരിയിൽ എക്സിജിസിസ് ചെയ്തിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്, എക്സിജിസിസ് ചെയ്തിട്ടുണ്ട് ഗ്രീക്കില്. ഒരുവിധം ഒക്കെ കുറച്ചൊക്കെ അറിയാം, വായിക്കാനൊക്കെ അറിയാം. അത് വലിയ പാടൊന്നുമില്ല. ഗ്രീക്ക് ഹീബ്രു ആണ് പാട്, ഹീബ്രു ഒട്ടും അറിയത്തില്ല. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഹീബ്രു പഠിക്കാതെ ബൈബിൾ വായിക്കരുത്. നിങ്ങൾ പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറുമ്പോൾ നിങ്ങൾ ഹീബ്രു ബൈബിൾ വായിച്ച് പഠിച്ചിട്ടേ കയറും. നിങ്ങൾ പറയുന്നത് ശരിയല്ല. എന്ത് ചെയ്യും സഹോദരങ്ങളെ നമ്മൾ ഹീബ്രു പഠിക്കാത്തവർ? അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഹീബ്രു പഠിക്കണം. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ, ഹീബ്രു പഠിച്ചാൽ നിങ്ങൾ കൂടുതൽ വഴിതെറ്റുള്ളൂ എന്ന് എങ്ങനെയാന്ന് പറയാം. നമ്മള് അമേരിക്കയിൽ വർഷങ്ങൾ താമസിച്ചിട്ട് ഇംഗ്ലീഷ് ശരിയാവുന്നില്ല. ഇംഗ്ലീഷിൽ ഒരു ഗഹനമായ പുസ്തകം, അതായത് ഷേക്സ്പിയർ എഴുതിയ ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിലേക്ക് ഇപ്പൊ തന്നാൽ അത് എത്ര വർഷം അമേരിക്കയിൽ കിടന്ന ആളാണെങ്കിൽ ലിറ്ററേച്ചർ പഠിച്ചിട്ടുള്ള ആളല്ലെങ്കിൽ ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. മനസ്സിലാകുമായിരിക്കും കുറച്ച്, പക്ഷെ അത് നിങ്ങൾ വായിച്ചിട്ട് അത് പ്രസംഗിക്കുന്നതിനേക്കാൾ അതിന്റെ പഠിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇത് മനസ്സിലാക്കി ഒരുത്തന്നെ എഴുതി വെച്ചത് നിങ്ങളെ വായിച്ചിട്ട്. ഇംഗ്ലീഷിന്റെ അവസ്ഥ അതാണെങ്കിൽ നമ്മൾ ഒരിക്കൽ പോലും മിണ്ടുക പോലും ചെയ്യാത്ത ഹീബ്രു പഠിച്ചിട്ട് നമ്മൾ ഈ ഓൾഡ് ടെസ്റ്റാമെന്റ് എന്ന് പറഞ്ഞ വലിയ പുസ്തകം എടുത്തു വെച്ച് അത് വായിച്ച് മനസ്സിലാക്കി പഠിപ്പിക്കാൻ പോയാൽ ഏതെങ്കിലും ഒരു വാക്യമെങ്കിലും കറക്റ്റായിട്ട് വായിച്ച് പഠിപ്പിക്കുമെന്ന് സഹോദര നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല എന്ന് മാത്രമല്ല, നടപ്പില്ലാത്ത കാര്യമാണ്. സമ്മതിച്ചോ? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എത്ര ഹീബ്രു പഠിച്ചാലും ഈ ബൈബിൾ നമുക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള അത്രയും വലിയ സ്കോളർഷിപ്പ് ഒന്നും ആകത്തില്ല. അത്രയും വലിയ സ്കോളറാ. അപ്പൊ അവർ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കുന്നതല്ലേ നമുക്ക് കുറച്ചുകൂടി സേഫ്. നമ്മൾ വായിക്കുന്നതിനേക്കാളും ഒരു തമിഴിലൊരു ലെറ്റർ കണ്ടാൽ അത് കഷ്ടിച്ച് തമിഴ് ലിപി പഠിച്ചിട്ട് വായിക്കുന്നത് ഞാൻ വായിച്ച അർത്ഥം പറയുമ്പോഴാണോ അത് എളുപ്പമാകുന്നത്? അതോ തമിഴ്നാട്ടിൽ ജനിച്ച് വളർന്ന് 10ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായ ഒരു തമിഴൻ അത് വായിച്ചിട്ട് മലയാളത്തിൽ പറഞ്ഞു തരുമ്പോഴാണോ അത് കൂടുതൽ മനസ്സിലാകുന്നത്? അപ്പൊ തീർച്ചയായിട്ടും സ്കോളേഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വായിക്കുന്നതല്ലേ നമുക്ക് സേഫ്.
അധികം അഭ്യാസത്തിന് പോകുന്നതല്ല ബൈബിൾ നമുക്ക് ക്ലിയർ ആക്കി തരുന്നത്. ഓക്കെ, അപ്പൊ ബൈബിളിൽ തെറ്റുകളില്ല, ബൈബിൾ ക്ലിയർ ആയി സംസാരിക്കണം. ദർ ഇസ് നോ മിസ്റ്റേക്ക് ആൻഡ് ഇറ്റ് സ്പീക്സ് ക്ലിയർലി. നമ്മുടെ സോഴ്സ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് ബൈബിൾ മാത്രമേ. അതാണ് ആദ്യത്തെ ടീച്ചറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ അപ്പോസ്റ്റലിക് റൈറ്റിംഗ്സ് എന്ന് പറയുന്നത്, അതായത് വേദപുസ്തകം നമുക്ക് തന്നിരിക്കുന്ന ട്രൂത്ത് നമ്മൾ എത്ര പഠിച്ചാലും ദാറ്റ്സ് ദ ഫസ്റ്റ് ടീച്ചർ. വേറെ രണ്ടാമതൊരു ടീച്ചർ വരും. കാരണം എന്താണെന്നറിയാമോ, ഈ പഠിക്കുന്ന എല്ലാവർക്കും ഒരു കാര്യം അറിയാം, അവര് പ്രൊമോഷൻ കിട്ടി ക്ലാസ് മുകളിലോട്ട് പോയാൽ ഈ ടീച്ചർ അവിടെ തന്നെ കിടക്കും. ചെറുപ്പകാലത്തുള്ള ഏറ്റവും വലിയ സങ്കടമാണ് നിങ്ങളുടെ ടീച്ചർ ജയിച്ചില്ലല്ലോ എന്നുള്ളത്. 2ാം ക്ലാസ്സിൽ നിന്ന് 3ാം ക്ലാസ്സിലേക്ക് ഞങ്ങൾ പോയെങ്കിലും ടീച്ചർ 2ാം ക്ലാസ്സിൽ നിന്ന് രക്ഷപ്പെട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം ടീച്ചറെ കാണുമ്പോൾ എല്ലാം തോന്നുന്നു. എന്താണ് ഈ ടീച്ചറിന് ഒരു പ്രൊമോഷൻ കിട്ടാത്തത് എന്ന്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മാറി മുകളിലോട്ട് പോകുന്നതനുസരിച്ച് നമ്മൾ ടീച്ചർ മാറും. ഒരു സ്പിരിച്വൽ ലൈഫിൽ നമുക്ക് 2 ടീച്ചർമാരാണ് ഉള്ളത്. ആദ്യത്തെ ടീച്ചറാണ് അപ്പോസ്തലന്മാർ. അപ്പൊ ബൈബിളിന്റെ കുറെ ക്ലാരിറ്റീസ്, കുറെ ക്വാളിറ്റീസ് ഞാൻ പറഞ്ഞു. ഒന്ന് പറഞ്ഞത് അതോറിറ്റിയാണ്. ദ ഫസ്റ്റ് ടീച്ചറാണ് ഈ ബൈബിൾ, ദ വേർഡ് ഓഫ് ഗോഡ്, ദ ലിറ്ററൽ വേർഡ് ഓഫ് ഗോഡ്. അതായത് ദൈവത്തിന്റെ വചനത്തിന്റെ ഗ്രാമാറ്റിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ദൈവത്തിന്റെ വചനം. ആ ഗ്രാമർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മീനിങ്. ആ ഗ്രാമർ ഏത് മനുഷ്യൻ, ഇപ്പൊ മലയാളം ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഒത്തിരി അവിശ്വാസികളുണ്ടായിരുന്നു. അവരെ പണ്ഡിതന്മാര് പഠിച്ച് ആണ് മലയാളം ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പൊ അവർക്കും ഗ്രാമർ മനസ്സിലായി, കൃത്യമായിരുന്നു ട്രാൻസ്ലേഷൻ. നമ്മുടെ മലയാളം ബൈബിളിന്റെ ട്രാൻസ്ലേഷൻ ഇസ് ആൻ അമേസിംഗ് വർക്ക്. ലെറ്റ് മീ സേ ദാറ്റ് വെരി ക്ലിയർലി. ഇതിലും നല്ലൊരു ട്രാൻസ്ലേഷൻ ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനെ പറയാം. കാരണം അത്ര പെർഫെക്റ്റ് ട്രാൻസ്ലേഷൻ ആണ് നമ്മുടെ സത്യവേദ പുസ്തകം. അതായത് നമ്മൾ പലപ്പോഴും ഡോക്ട്രിനൽ മുൻവിധികൾ കാരണം ഈ ട്രാൻസ്ലേഷൻ തെറ്റാണ് ബ്രദറെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വായിക്കുന്ന ഇംഗ്ലീഷ് ആ തെറ്റ്. അൺബിലീവേഴ്സ് ട്രാൻസ്ലേറ്റഡ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? The grammar communicates to every person. The Bible speaks clearly to every person. And the grammar communicates correctly. നമ്മൾ ആ ഗ്രാമാറ്റിക്കൽ ഇംഗ്ലീഷിൽ തന്നെ അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ മലയാളത്തിൽ തന്നെ അത് വ്യാഖ്യാനിക്കണം. അപ്പോഴാണ് അതിന് ക്ലാരിറ്റി ഉണ്ടാകുന്നത്. വി കനോട്ട് ചേഞ്ച് ദ കോണ്ടെക്സ്റ്റ് ഓർ ദ വേർഡ്. ഓക്കെ, അപ്പോൾ തെറ്റുകളില്ല എന്ന് പറഞ്ഞു. അപ്പൊ തെറ്റുകളായിട്ട് പലതും എടുത്തു കാണിക്കുമ്പോൾ ഉള്ള പ്രോബ്ലം ഇതാണ്. ഡോക്യുമെന്റേഷനിൽ വരുന്ന, ട്രാൻസ്ലേഷനിൽ വരുന്ന, കോപ്പി എഴുതുമ്പോൾ വരുന്ന ക്ലറിക്കൽ മിസ്റ്റേക്സ് ഇല്ലെന്ന് പറയാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. പക്ഷെ ഒരു കാര്യം ബൈബിൾ പറയുന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ദർ ഇസ് നോ മിസ്റ്റേക്ക് ഇൻ വാട്ട് എവർ ദ ബൈബിൾ സേസ്. അത് മാത്രമല്ല, അതിനെക്കുറിച്ച് ഒത്തിരി വിശദമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇന്നറൻസി ഓഫ് ദ ബൈബിൾ എന്ന് പറയുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലെ ഒരു ചർച്ചില് പിള്ളേരുടെ ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യാൻ വേണ്ടി ഒരു സെഷൻ വെച്ചായിരുന്നു. അതായത് അവരുടെ യൂത്ത്സ് അല്ലെങ്കിൽ സൺഡേ സ്കൂൾ പിള്ളേരെ ഒരുക്കി വെച്ചിരുന്ന കുറെ അവർക്ക് കട്ടിയായിട്ട് തോന്നിയ കുറെ ചോദ്യങ്ങൾ. കട്ടിയായിരുന്നു കേട്ടോ, ദൈവത്തിന്റെ കൃപയാലാണ് ഞാൻ തടി പോകുന്നത്. അപ്പൊ കുറെ ചോദ്യങ്ങൾ ഇവരെ എടുത്തു വെച്ചിട്ട് എന്നെ വിളിച്ചു. അപ്പൊ എനിക്ക് ഒരാഴ്ച മുമ്പ് അയച്ചു തന്നു. ഞാൻ വായിച്ചിട്ട് എനിക്കിത് എന്ത് ചെയ്യുന്ന തല പുകഞ്ഞിരുന്ന എല്ലാം എനിക്കൊന്നും മനസ്സിലായെന്നു. പക്ഷെ തക്ക സമയത്ത് മണിയടിച്ചപ്പം എല്ലാം കർത്താവ് വിളിക്കും. അത് അങ്ങനെയാണ് ദൈവം എന്നോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടി ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു, ഈ ബൈബിളും ദൈവം എന്നൊക്കെ പറഞ്ഞ ചുമ്മാ കെട്ടുകഥകൾ പോലെയുണ്ട്. കുട്ടി ചോദിച്ച ചോദ്യമാണ്. ഈ വിശ്വാസികളാണെങ്കിൽ നമ്മൾ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാൻ സമ്മതിക്കത്തുമില്ല. അവർ പറയുന്നതെല്ലാം നമ്മൾ കേട്ടോണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ലോകത്തിൽ ഏതെങ്കിലും ഒരു പുസ്തകം ബൈബിൾ അല്ലാതെ ഇത്രയും ക്രിട്ടിക്കൽ എക്സാമിനേഷന് അനുവദിക്കാറില്ല. അതായത് ക്രിസ്ത്യൻ ഫെയ്ത്ത് പോലെ ചോദ്യം ചെയ്തോ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഒരു ഫെയ്ത്തും ഇല്ല. നിങ്ങൾ വേറൊരു ഫെയ്ത്തിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ വിവരം അറിയും. ഇനി വേറൊരു ഫെയ്ത്തിനെ പോട്ടെ, ശാസ്ത്രത്തെ ചോദ്യം ചെയ്ത് നിങ്ങൾ അകത്ത് പോകുമല്ലോ. എക്സെപ്റ്റ് ക്രിസ്ത്യൻസ്, നിങ്ങൾ ഏതിനെ ചോദ്യം ചെയ്താലും അകത്ത് പോകും. ശാസ്ത്രത്തെ ചോദ്യം ചെയ്താലും അകത്ത് പോകും. ഇപ്പൊ ഇവിടെ കേരളത്തിൽ വാക്സിനേഷനെതിരെ പ്രസംഗിച്ച അകത്ത് പോകും. ശാസ്ത്രമാണ്, സത്യമാണ്, പക്ഷെ എന്നാൽ അതിനെതിരെ പ്രസംഗിച്ച അകത്ത് പോകും. ഇപ്പൊ ക്രിട്ടിക്കലായിട്ട് ഒരാൾക്ക് നോക്കാൻ, ശാസ്ത്രജ്ഞന്മാർ ക്രിട്ടിക്കലായി നോക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ബൈബിൾ ശാസ്ത്രജ്ഞന്മാർ മാത്രമല്ല, വഴിയെ പോകുന്നവരെല്ലാം ഓപ്പണായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ, ഓപ്പണായിട്ട് പ്രസംഗിച്ചാലും ഒന്നും ഒരു കുഴപ്പമില്ലാതെ. അതായത് എത്രയോ പണ്ഡിതന്മാർ ടെക്സ്റ്റോ ക്രിറ്റിസിസം, ഫോം ക്രിറ്റിസിസം എന്ന് പറഞ്ഞ പലതരത്തിലുള്ള ക്രിറ്റിസിസം. ഈ സെമിനാരി പഠിക്കുമ്പോൾ ഇതെല്ലാം പഠിക്കും. ഓരോ വാക്കിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടോ, അത് ആൾ എഴുതിയതാണോ, അയാളുടെ ഫോം ഓഫ് റൈറ്റിംഗ് ആണോ, എന്തുമാത്രം പഠനങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ പുസ്തകം നമ്മുടെ മുന്നിലോട്ട് ചോദ്യം ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല.
അവർ ബൈബിൾ ഈസ് ഓപ്പൺ ടു എനി വൺ. ആർക്കും ഇത് എക്സാമിൻ ചെയ്യാൻ, പുസ്തകം ഇറക്കാം, നോ പ്രോബ്ലം. കാരണം ഇത്രയും ക്രിട്ടിക്കലായിട്ട് എക്സാമിൻ ചെയ്യാൻ ഒരു പുസ്തകവും ആരെ അനുവദിക്കാറില്ല. അപ്പോൾ സ്പീക്സ് ക്ലിയർലി ടു എവരി വൺ. ഇതാണ് ഞാൻ വിചാരിച്ചത് പറയാനാണെങ്കിൽ. ഈ രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ബൈബിൾ ഇസ് അബ്സല്യൂട്ട്ലി നെസസറി ഫോർ അവർ സ്പിരിച്വൽ സർവൈവൽ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം റീഫോർമേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ് the word alone, the scripture alone. ഇപ്പോൾ സ്ക്രിപ്ചർ മാത്രമാണ് ശരിക്കും അതോറിറ്റി ഉള്ള കാര്യം. നമുക്ക് അതില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം അടിസ്ഥാനം വീഴുന്നത് ആ വചനം നമ്മൾ പഠിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ അടിസ്ഥാനം വീഴും. വേറെ എന്തുപദേശം കേട്ടാലും അടിസ്ഥാനം ഇളകിപ്പോകും. ഇപ്പൊ ഞാനൊരു ചർച്ചിലെ കുറെ നാളുകൾ വചനം പഠിപ്പിക്കാം. അപ്പോൾ ഒരു ദിവസം ഒരു ചർച്ചിൽ അവർ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ചോദിച്ചാൽ നാളെ ആരാ പ്രസംഗിക്കുന്നത്? അപ്പോൾ അദ്ദേഹം അവർ പറഞ്ഞ ആള് ഞാൻ എന്താണോ പ്രസംഗിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രസംഗിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഏറ്റവും നല്ല വഴി എന്നെ അങ്ങ് ഒഴിവാക്കുന്നതാണ്. ഇതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കല്ല് ഞാൻ എടുത്തു വെച്ചാൽ നാളെ ആ കല്ല് എടുത്ത് മാറ്റി വേറൊരു കല്ല് എടുത്ത് വെക്കും. പിന്നെ അടുത്ത ദിവസം ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രസംഗിക്കാൻ വരുമ്പോൾ ഇതേ കാര്യം തന്നെ ഞാൻ ആവർത്തിക്കേണ്ടതായിട്ട് വരും. ഈ കല്ല് എത്ര വർഷം കഴിഞ്ഞാലും അത് ഇരിക്കേണ്ടടുത്ത് ഇരിക്കുകയോ അതിന് മുകളിൽ ഒരു കല്ലെടുത്ത് വെക്കാൻ പറ്റുകയോ ഇല്ല. അതുകൊണ്ട് എന്നെ വിട്ടേക്ക് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഈ വചനത്തിലെ ഫൗണ്ടേഷൻ നമുക്ക് വീണില്ലെങ്കിൽ, അത് വീണ്ടും വീണ്ടും ഇളക്കി മാറ്റിക്കൊണ്ടിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഞാനിന്ന് എബ്രായ ലേഖനത്തിന്റെ മഹാപൗരോഹിത്യത്തെ കുറിച്ചാണ് ഞാൻ പറയേണ്ടത്. അതാണ് നമ്മുടെ വിഷയം. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു പശ്ചാത്തലമാണ്. നമ്മൾ അങ്ങോട്ടാണ് വരുന്നത്. അടിസ്ഥാനം വീണില്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ ശിശുക്കളായിരിക്കും. അപ്പോസ്റ്റലിക് ഫൗണ്ടേഷൻ നമുക്ക് കൃത്യമായി വീണില്ലെങ്കിൽ അത് നെസസറിയാണ്. എന്തുകൊണ്ട് നെസസറിയാണ്? ആ ഫൗണ്ടേഷൻ വീണില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് പോകാൻ കഴിയും. അവിടെ ടീച്ചർ വേറെയാണ്. ഈ പരിജ്ഞാനം എന്നുള്ള വിഷയം വരുമ്പം ടീച്ചർ വേറെയാണ്. ആരാണ് ടീച്ചർ എന്നറിയോ? പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവെന്ന ഉപദേഷ്ടാവ് നമുക്ക് വരുന്നത്. ഇതാണ് ശരിക്കും പുതിയ നിയമത്തിന്റെ ഉദ്ദേശം. ആത്മാവിനാൽ പഠിപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഞാൻ എൻ്റെ പ്രമാണത്തെ എഴുതും. അപ്പൊ നിങ്ങൾ ചോദിക്കും, സ്ക്രിപ്ചർ എലോൺ എന്നല്ലേ പാസ്റ്ററെ പറഞ്ഞത്? സ്ക്രിപ്ചർ എലോൺ, അതായത് ആർക്കും ഇളകാത്തൊരടിസ്ഥാനം നമുക്ക് വീഴുന്ന സ്ക്രിപ്ചറിനാലാണ്. നമ്മൾ അതിന് മുകളിൽ ആത്മാവ് എന്ത് പറഞ്ഞാലും ആ സ്ക്രിപ്ചറിന് അടിസ്ഥാനപ്പെടുത്തിയേ പറയുള്ളൂ. ആ അടിസ്ഥാനത്തിന് വെളിയിലേക്ക് ഒന്നും ആത്മാവ് പറയില്ല. ദാറ്റ് ഫൗണ്ടേഷൻ വിൽ ഓൾവേസ് ബി ഇൻടാക്ട്. അപ്പോൾ അതിന് മുകളിലാണ് ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വേറൊരു തലത്തിലാണ്. ദാറ്റ്സ് നോട്ട് അബൌട്ട് അവർ ഇന്റലിജൻസ് ഓർ അവർ കോഗ്നിറ്റീവ് എബിലിറ്റി. എന്താണ് ആത്മാവ് പഠിപ്പിക്കുന്നത്? ഇപ്പൊ പുതിയ നിയമത്തിന്റെ ഉദ്ദേശം തന്നെ ആത്മാവ് പഠിപ്പിക്കുന്നവരായി നമ്മൾ മാറുക എന്നുള്ളതാണ്. അതിന് ശിഷ്യന്മാരുടെ ചെവി ആവശ്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകതയാണ്. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി നെസസറി. അതായത് ദൈവത്തിന്റെ വചനം മെഡിറ്റേറ്റ് ചെയ്യാതെ അത് എന്നും ഈ ഉപദേശങ്ങളിൽ ഉറയ്ക്കപ്പെടാതെ. ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അപ്പോസ്തലിക് ഉപദേശം ഈസ് എ യുണീക്ക് സെറ്റ് ഓഫ് ടീച്ചിങ്സ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ആർ നോട്ട് സ്റ്റിക്കിംഗ് ടു ഇറ്റ് യു വിൽ ഡ്രിഫ്റ്റ് അവേ. അതായത് നമ്മൾ ചുമ്മാ വിട്ടിരുന്നാൽ, ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ വിട്ടിരുന്നാൽ കുറെ കഴിയുമ്പം നമ്മൾ പഴയ പോലെ ആകും. ഞാൻ ഇതിന്റെ അപകടങ്ങളെ കുറിച്ച് പതുക്കെ പറയാം. അപ്പോൾ എപ്പോഴും ഇത് കേൾക്കേണ്ടത് ആവശ്യമാണ്. ഈ യുണീക്ക് ആയിട്ടുള്ള അപ്പോസ്റ്റലിക് ടീച്ചിങ്, അതായത് വേറെ ഒരിടത്തും പഠിപ്പിക്കാത്ത ആ ഒരു ടീച്ചിങ്
അതുകൊണ്ട് പത്രോസ് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എപ്പോൾ എഴുതിയാലും ഇത് പിന്നെയും പിന്നെ എഴുതും, എഴുതാതിരിക്കാൻ പറ്റില്ല. പൗലോസ് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഞാൻ എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നതുകൊണ്ട് ഞാനിത് വീണ്ടും വീണ്ടും നിങ്ങൾ ഉപദേശിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കായിരിക്കും ഇത് മാത്രമേ ഇയാൾക്ക് പറയാനുള്ളൂ എന്ന്. പക്ഷെ ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഞാൻ ചത്തുപോയാലും ഞാൻ ഇവിടുന്ന് മാറ്റപ്പെട്ടാലും നിങ്ങളെ വിഴുങ്ങാൻ അനേകം കള്ള ഉപദേഷ്ടാക്കന്മാർ വരുമ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച പ്രമാണം നിങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ചിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നതെന്നാണ് പത്രോസ് പറയുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ നമുക്കത് കാണാം. പത്രോസിന്റെ രണ്ടാം ലേഖനത്തിലെ 12-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്നു വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്ന പോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകാൻ അടുത്തിരിക്കുന്നു അറിഞ്ഞിരിക്കാൻ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങൾ ഓർപ്പിച്ചുണർത്തുന്ന യുക്തം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അതെന്റെ നിര്യാണത്തിന് ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. അത് എന്തുകൊണ്ടാണെന്നറിയാം? അതെന്താ അതിന്റെ വാല്യൂ എന്നാണ് 16 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയാണ്, എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ഞാൻ ഉറപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസൺ ഉണ്ട്. കള്ളപ്രവാചകന്മാര് ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാവും. ദാറ്റ്സ് ദ റീസൺ. അപ്പൊ ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും സഹോദരങ്ങളെ? എന്ത് സംഭവിക്കും? അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അപ്പൊ ഇങ്ങനൊരു അപകടം നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് ഈ അപ്പോസ്തലിക ഉപദേശത്തിൽ ഓരോ വിശ്വാസിയും ഉറപ്പിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അവർക്ക് പരിജ്ഞാനത്തിന്റെ അടുത്ത തലത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അതായത് അപ്പോസ്തലിക് ഫൗണ്ടേഷനിൽ ഉറച്ചില്ലെങ്കിൽ ആത്മാവിന്റെ ശബ്ദം കേട്ടാൽ എന്ത് സംഭവിക്കുന്നറിയോ? എന്താണ് അപകടം? അതായത് നമ്മൾ വചനത്തിൽ ഉറയ്ക്കാതെ ആത്മാവിന്റെ ശബ്ദം കേട്ടാലുള്ള കുഴപ്പം, ആത്മാവ് പറയുന്നതാണോ പ്രാണൻ പറയുന്നതാണോ വിവേചിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ വിവേചിക്കാൻ കഴിയാതെ വന്നു കഴിയുമ്പം ഏത് പ്രവാചകൻ എഴുന്നേറ്റ് 2 അന്യഭാഷയും പറഞ്ഞ് തലയെ പിടിച്ചൊരു കുലുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആത്മാവാണ്. എന്താ കാരണം? വചനം എന്ന അടിസ്ഥാനത്തിന്മേൽ ഉറച്ചിട്ടില്ല. അതുകൊണ്ട് എബ്രായ ലേഖന കർത്താവ് പറയാണ്, നിങ്ങൾ ഇപ്പോഴും വചനത്തിന്റെ ആദ്യ പാഠങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കേണ്ടവരെ പോലെയാണ്. നിങ്ങൾക്ക് ഉപദേഷ്ടാക്കന്മാരാകാൻ കഴിയുന്നില്ല. അപ്പൊ ഉപദേഷ്ടാക്കന്മാരാകണമെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഉപദേഷ്ടാവെന്ന് പറഞ്ഞ സഭയിൽ ഒരാളെ ഉള്ളായിരിക്കാം, അല്ല 1-2 പേരുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ എല്ലാവരും വചനം പറഞ്ഞു കൊടുക്കുമ്പോൾ കൃത്യമായിരിക്കണം. നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് വചനം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടാകരുത്. ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ അപ്പോസ്തലിക ഉപദേശത്തിൽ തറോ ആയിരിക്കണം. അത് തറോ ആകണമെങ്കിൽ, അപ്പൊ നിങ്ങൾ വരിക ഞങ്ങൾ നിങ്ങളെ പഠിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? ഈ അപ്പോസ്തലിക ഉപദേശം അങ്ങനെ നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്ന ഒരു സാധനമല്ല. ഞാൻ അതിന്റെ ഉദാഹരണം പറഞ്ഞാല്, എനിക്ക് കഴിഞ്ഞ ഞായറാഴ്ച കിട്ടിയൊരു ഉദാഹരണം. ഞങ്ങളുടെ ചർച്ചില് ഒരു സഹോദരൻ വന്നു. ഞങ്ങളുടെ ചർച്ചിലെ അംഗം തന്നെയാണ്. അദ്ദേഹം അംഗമായിട്ട് മാറിയതാണ്, കാരണം അദ്ദേഹത്തിന് അങ്ങനെ സ്വന്തമായി ചർച്ച ഇല്ലായിരുന്നു. അത് ഇറാഖിലൊരു സുവിശേഷ പ്രവർത്തനം. അദ്ദേഹം അവിടെ നടന്നൊരു സംഭവം പറഞ്ഞു. ഒരു ക്രിസ്തു വിശ്വസിക്കാത്ത ഒരു നാട്ടുകാരൻ, അദ്ദേഹത്തോട് എപ്പോഴും ഒരു സുവിശേഷം പറയും, യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്ന് സ്ഥാപിച്ചു കൊടുക്കുക. അതാണല്ലോ അന്ന് അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്ത് ചെയ്താൽ വിശ്വസിക്കില്ല. മർക്കോസിന്റെ ലേഖനത്തിൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്നൊക്കെ എഴുതിയത്. പുള്ളിക്ക് ഇവരെ ഭയങ്കര സ്നേഹമാണ്, പക്ഷെ യേശുക്രിസ്തു ദൈവമാണെന്ന് മാത്രം വിശ്വസിക്കില്ല. പക്ഷെ ഒരു ദിവസം ഈ സഹോദരൻ അയാളുടെ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ മനുഷ്യന് ഈ ആത്മാവിനെ നൽകണം. ഒരു ഞെരങ്ങിയൊരൊറ്റ പ്രാർത്ഥനയാണ്. പുള്ളി തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് ആത്മാവിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു ബ്രദറെ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് തുള്ളിച്ചാടി ദൈവത്തെ സ്തോത്രം ചെയ്തു. അപ്പൊ പുള്ളിക്കൊരു സംശയം, ഒന്ന് ചോദിച്ചേക്കാം, യേശുക്രിസ്തു ആരാ? ഉടനെ പുള്ളി പറഞ്ഞു, ദൈവപുത്രൻ. ഇവരെ എത്രയോ വർഷങ്ങൾ കിടന്ന് പാടുപെട്ട് ആ മനുഷ്യനെ മനസ്സിലായി. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ആത്മാവന്റെ കണ്ണ് തുറന്നപ്പം അവന് പിടികിട്ടി ദൈവപുത്രൻ. ജഡരക്തങ്ങളല്ല അവന് വെളിപ്പെടുത്തി കൊടുത്തു ആരാ. അപ്പൊ ആത്മാവില്ലാതെ ആത്മീയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. നമ്മൾ ജഡത്തിൽ എത്ര വ്യാഖ്യാനിച്ചാൽ, എത്ര സ്കോളർ ആയാലും, എത്ര ഗ്രീക്ക് പഠിച്ചാലും, എത്ര ഹീബ്രു പഠിച്ചാലും, യു ഡോണ്ട് സബ്മിറ്റ് ബിഫോർ ദ ലോർഡ്, യു വിൽ നോട്ട് ലേൺ. അത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഉപദേഷ്ടാവായിരിക്കാൻ സാധിക്കും. ഉപദേഷ്ടാക്കന്മാരായിരിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ നമ്മൾ ഉപദേശിക്കണം. നമ്മൾ ഉപദേശിക്കുമ്പം അത് ലോകത്തിന്റെ മോറൽ ടീച്ചിങ് ആയിട്ട് മാറും.
എന്തറിയത്തില്ലെങ്കിൽ ഈ അടിസ്ഥാന വേദോപദേശം നമുക്ക് അറിയത്തില്ല. So it's necessary for everyone to be thorough in the church. For everyone to be thorough in the apostolic foundations, apostolic doctrine. അത് നമ്മൾ പഠിപ്പിച്ചേ പറ്റും. അതില്ലെങ്കിൽ ഇവരെന്നും ഇമ്മച്യൂർ ആയിട്ട്. നമുക്കറിയാം എബ്രായ ലേഖനത്തിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, യെരമ്യാവിന്റെ പ്രവചനത്തിലുണ്ട്, എസെക്കിയേലിന്റെ പ്രവചനത്തിലുണ്ട്, ആരും ഇനി അവർ ഉപദേശിക്കേണ്ടി വരികയില്ല, സകലരും ദൈവത്തെ അറിയും. ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എന്റെ പ്രമാണത്തിൽ എഴുതും. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം 27-ാം വാക്യത്തിൽ പറഞ്ഞ അഭിഷേകം അവരെ പഠിപ്പിക്കുന്നതാണ്. ഇനി ആരും തന്റെ സഹോദരനെ ഉപദേശിക്കാൻ ആവശ്യമില്ല, അഭിഷേകം ഈ ക്രിസ്തുവിന്റെ അഭിഷേകം നമ്മളിൽ ഇരുന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു തലത്തിൽ ഒരാൾ എത്തുമ്പോഴാണ് അയാൾ ഉപദേഷ്ടാവാകുന്നത്. അയാൾ എത്ര സക്സസ്ഫുൾ ആയി ജീവിതത്തിൽ നിന്നല്ല, ചിലപ്പോൾ എല്ലാ പാപങ്ങളും അയാൾ ഓവർകം ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം. അയാൾക്ക് ഈ പരിജ്ഞാനത്തിന്റെ വഴി, അപ്പോസ്റ്റലിക് ടീച്ചിങ്സിന്റെ ഫൗണ്ടേഷൻ, അതിനുശേഷം ആത്മാവിന്റെ ശബ്ദം വിവേചിക്കാനുള്ള ആ ഒരു ജ്ഞാനം അവന് ലഭിക്കുമ്പോഴാണ് പുൽപ്പിറ്റിൽ കയറി നിൽക്കാൻ അതോറിറ്റേറ്റീവായിട്ട് പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഓരോ വിശ്വാസികൾക്കും, അവർ ഉപദേശികളാവാനെന്നല്ല പറയുന്നത്, ഉപദേശിക്കാനുള്ള മിടുക്ക്, അത് തെറ്റാതെ ഉപദേശിക്കാനുള്ള മിടുക്ക് ഉണ്ടാകണമെങ്കിൽ വചനത്തിന്റെ പഠനം നിർബന്ധമാണ്, നെസസറി ആണ്. അതില്ലാതെ നമുക്ക് ആത്മീയ ജീവിതം നയിക്കാൻ പറ്റില്ല. സോ ബൈബിൾ ഈസ് അബ്സല്യൂട്ട്ലി നെസസറി. ഇനി ഇത്തിരി ഞെട്ടിപ്പിക്കുന്ന എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയും. നിങ്ങൾ ഇത് നമുക്ക് നിസ്സാര കാര്യമല്ല. ബൈബിൾ ഈസ് നോട്ട് ജസ്റ്റ് നെസസറി, ഇറ്റ് ഈസ് സഫിഷ്യന്റ് ആസ് വെൽ. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു സെന്റൻസ് ക്ലിപ്പ് ചെയ്ത് കട്ട് ചെയ്ത് ആരും യൂട്യൂബിൽ ഇട്ടേക്കരുത്, ഇത് മുഴുവൻ കേട്ടിട്ട് ഇടാവുള്ളൂ. ഈ പ്രവാചകന്മാർ ആലോചന പറയുന്നവരെ നമുക്ക് ആവശ്യമില്ല. പൂർണ്ണമായത് വരുമ്പം അംശമായത് മുഴുവൻ കേൾക്കണേ. ഞാൻ ബ്രദറുകാരനല്ല, മുഴുവൻ കേട്ടിട്ട് നിങ്ങൾ എടുത്തിയാടിയൊന്നും പറയരുത്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഇറ്റ് ഫർദർ. ഓക്കെ, ഒരു പ്രവാചകൻ വന്നതിനോട് പറയാണ്, പൗലോസിന് പറയാണ്, നിന്നെ യെരുശലേമിൽ, ഇപ്പൊ പ്രവാചകൻ ഉണ്ട് കേട്ടോ, പ്രവാചകൻ എപ്പോഴും ഉണ്ടാവണം, ഇപ്പോഴും ഉണ്ടാകണം, നിന്ന് പോയി നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. വെയിറ്റ്, അഗബോസ് പൗലോസിന് പറയാണ്, നിന്നെ യെരുശലേമിൽ വെച്ച് പിടിച്ചോണ്ട് പോകും. പക്ഷെ പൗലോസ് എന്താ പറയുന്നത്? അയ്യോ ആണോ പ്രവാചക, എന്നാ ഞാൻ പോകുന്നില്ല. നീ അത് പറഞ്ഞത് നന്നായി, ഞാൻ ഇപ്പൊ പോയേനെ. ദൈവത്തിന്റെ കരുണ എന്നെ അവർ പിടിച്ചുകൊണ്ടുപോകാതെ ഈ പ്രവാചകനെ വിട്ടു. നോ വേ. പൗലോസിന് അതൊന്നും പ്രശ്നമല്ല. സത്യം പറഞ്ഞ പൗലോസ് ആ പ്രവാചകനെ മൈൻഡ് ചെയ്യാതിരുന്ന മോശമായി പോയില്ലേ? പൗലോസ് പറഞ്ഞ മറുപടി എന്താ? എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. അപ്പൊ ഒരാൾ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച നിനക്ക് ഇത് സംഭവിക്കും, അത് സംഭവിക്കും. നിന്നെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ശവപ്പെട്ടി കണ്ടെന്ന് പറഞ്ഞു, ഇതിന് വല്ല പ്രശ്നമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഒരു പ്രശ്നമില്ല. അടുത്ത വർഷം നിനക്ക് സംഭവിക്കും, ആയിക്കോട്ടെ. അങ്ങനെയുള്ളവർക്ക് പ്രവചിക്കാൻ പറ്റില്ല. അപ്പൊ അംശമായി മാത്രം നമ്മൾ അറിയുമ്പോൾ നമുക്ക് പ്രവചനം ഭയങ്കര നിർബന്ധം. പക്ഷെ കർത്താവിന്റെ ആ പെർഫെക്ഷനിലേക്ക്, അതിന്റെ വഴിയിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ ആരും നമ്മൾ ഉപദേശിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ മറ്റുള്ളവരോട് പ്രവചിക്കണം, മറ്റുള്ളവരുടെ പാപങ്ങളെ ബോധ്യപ്പെടുത്തണം. പ്രവചനം എന്ന വരം തീർച്ചയായിട്ടും വേണം. പക്ഷെ എന്താ നാളെ സംഭവിക്കേണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് പ്രശ്നമൊന്നും. പൗലോസിന് ഒരു പ്രശ്നമില്ലായിരുന്നു. യെരുശലേമിൽ എന്ത് സംഭവിക്കും, എന്ത് സംഭവിച്ചാൽ തന്നെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കുന്ന എനിക്ക് ഏറെ ഇഷ്ടം. സിമ്പിൾ. നിങ്ങളൊരു പ്രവാചകം എന്ന് പറയാ, നിങ്ങൾക്ക് വിശാലമായ ഒരു വഴി തുറന്നിരിക്കുന്ന പറയുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് ഇടുക്ക് വഴിയും കൊണ്ട് തൃപ്തരാണ് പ്രവാചകം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് അയാൾക്ക് ഉപകാരമില്ല, അയാളെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമില്ല. പക്ഷേ കർത്താവെ ഞങ്ങൾ തകർന്നു, ABC വിശ്വാസത്തിന്റെ അറിയത്തില്ല, ഒരു ആശ്വാസമില്ലെങ്കിൽ ഒരു നശിച്ചു പോകുന്ന ഒരു സമയത്ത് ഒരു ബാലപാഠത്തിലുള്ള ഒരു വിശ്വാസം അവിടെ ഉണ്ടെങ്കിൽ അവനൊരു പ്രവാചകൻ, നിനക്കൊരു ആശ്വാസത്തിന്റെ സമയം എന്ന് പറയുമ്പോൾ അവനും നല്ലതായിരിക്കും. അപ്പൊ പ്രവാചകന്മാര് വേണം. പക്ഷെ നമ്മൾ മെച്യൂരിറ്റിയിലോട്ട് പോകും തോറും ഇതൊന്നും നമുക്കൊരു പ്രസക്തമല്ലാതെ വരും. സമ്മതിച്ചോ? ആശ്വാസമായോ കുറച്ച്? അല്ലെ ഞാൻ എന്താ ഇയാൾ പറഞ്ഞു വരുന്നത് ആദ്യം സംശയിച്ചല്ലേ നിങ്ങൾ? ശരിക്കും എന്റെ പ്രിയ സഹോദരന്മാരെ, ഞാൻ അന്യഭാഷ പറയുന്ന ആളാണ്, അന്യഭാഷ നല്ലപോലെ പറയുന്ന ആളാണ്. പക്ഷെ ഞാൻ പരസ്യമായ സ്റ്റേജിൽ അങ്ങനെ പറയാറില്ല. മൈക്കിന് മുകളിൽ കൂടെ നാട്ടുകാരെല്ലാം കേട്ടോട്ടെ ഞാൻ അന്യഭാഷ പറയുന്നത്, അങ്ങനെ ഞാൻ പറയാറില്ല.
എനിക്ക് പ്രൈവറ്റ് ആയിട്ട് ഇത് പറയുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. പക്ഷെ ഞാൻ വല്ലാതെ പറയാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും പറയുന്നതിനെ കൊണ്ട് പറയുന്നുണ്ടോ എന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല നിങ്ങളുടെ ലൈഫ്. പക്ഷെ പൗലോസിന് അറിയാമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സ്പിരിച്വൽ, അതുകൊണ്ട് ബൈബിൾ ഈസ് സഫിഷ്യന്റ് ഫോർ എവറിത്തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് മുകളിലേക്ക് ഇനിയൊന്നും ആഡ് ചെയ്യാൻ നമുക്കില്ല. എന്നാൽ നമ്മുടെ ചർച്ചയിലേക്ക് ഒരു അവിശ്വാസി വരുമ്പോൾ ഒരു പ്രവാചകന്റെ ആലോചനയാൽ അവൻ ജീവൻ പ്രാപിക്കണം, അവനൊരു പാവബോധം വരണം. അല്ലെങ്കിൽ ഒരു ഇമ്മച്യൂർ വിശ്വാസി സഭയിലുണ്ടെങ്കിൽ, ഇന്ന് ഒരാളോട് ഒരു പ്രവചനം പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന സാധനം അല്ല കേട്ടോ. പ്രവാചകനാണെന്ന് വിചാരിച്ച് നിങ്ങൾ ആലോചിച്ച് ഞാൻ ചുറ്റിപ്പോകും. ഇന്ന് ഒരാളുടെ ഒരു വലിയ കേസ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇത് ആളുടെ കേസല്ല, ഈ ആളുടെ കേസാണ്, ഇതാണ് കേസ്. സമ്മതിച്ചു, ഓക്കെ ആണ്. അത് എനിക്ക് ദൈവം അത് ആ സമയത്ത് അവരെ കുറിച്ച് കാണിച്ചു തന്നു, അവർ കൺഫ്യൂസ് ചെയ്തു. പക്ഷെ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എന്റെ ശുശ്രൂഷ ആരോടാ? എന്റെ ശുശ്രൂഷ മെച്ചൂരിറ്റിട്ട് പോകുന്ന ആൾക്കാരോടാ. ഇന്ന് സ്നാനപ്പെടാത്ത ഒരാളുടെ മുമ്പിലായിരുന്നു. അപ്പൊ അവർക്ക് അവരുടെ ജീവിതം കാണേണ്ടത് ദൈവത്തിന്റെ ആവശ്യമായിരുന്നു. So he made me say something. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ, if the Bible is necessary and you know the truth of the Bible and you got the gist of it, the track of the apostolic doctrine, you got into that track, then you don't need anything else. There is no avashyamilla. That means the Bible is sufficient in every sense of the term. അപ്പൊ ബാക്കി പ്രവചനങ്ങളും ശുശ്രൂഷകളും പ്രബോധനങ്ങളും എല്ലാം എന്തിനു വേണ്ടിയുള്ളതാണ്? ഈ ബൈബിൾ എന്ന സഫിഷ്യൻസിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. ദാറ്റ് മീൻസ് ബൈബിളിലെ ട്രൂത്തിന്റെ സെന്ററിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബാക്കി എല്ലാ റെവലേഷൻസിനും ഉപയോഗിക്കുന്നത്. ഇതിന്റെ വെളിയിലൊന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയല്ല. നിങ്ങൾക്ക് മനസ്സിലായി? ഇപ്പൊ ഫേസ്ബുക്കുകാരോ യൂട്യൂബുകാരോ ആരെങ്കിലും ഇതിന്റെ ആദ്യത്തെ ഭാഗം മാത്രം ഇട്ട ക്ലിപ്പ് ഇട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? അത് പിന്നെ തിരുത്താൻ നമുക്ക് രണ്ടാമത്തെ ക്ലിപ്പ് ഇടാൻ പറ്റിയല്ല. അതാണ് അതിന്റെ പ്രശ്നം. ആദ്യത്തെ ക്ലിപ്പ് കാണുന്ന 2 ലക്ഷം പേരാണെങ്കിൽ രണ്ടാമത്തെ ക്ലിപ്പ് 2000 പേരായിരിക്കും കാണും. ദിസ് ഈസ് വൈ വി ഷുഡ് നോട്ട് ഡു ദാറ്റ്. നിങ്ങൾ പകുതി വെച്ച് ഒരു സാധനവും മുറിക്കാതിരിക്കുന്നതാണ് നല്ലത്. കേൾക്കുന്നവർ മുഴുവൻ ഇരുന്ന് കേൾക്കട്ടെ. കേൾപ്പാൻ ചെവിയുള്ളവൻ മുഴുവൻ ഇരുന്ന് കേൾക്കട്ടെ. ഓക്കെ. അപ്പോൾ ബൈബിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ദാറ്റ്സ് അവർ ഫസ്റ്റ് ടീച്ചർ. ഈ ഫസ്റ്റ് ടീച്ചറിൽ നമ്മൾ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിങ്കൽ സഭ പണിയപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനു മുകളിൽ നമ്മൾക്കൊരു പരിജ്ഞാനത്തിന്റെ തലമുണ്ട്. ഈ പരിജ്ഞാനത്തിന്റെ തലത്തിൽ നമുക്ക് ആരെയും ഉപദേശിക്കാൻ പറ്റും. ഒരു മനുഷ്യൻ എന്നോട് പറയുവാണ്, ഞാൻ ഒരാളോട് ചോദിച്ചു എങ്ങനെ ഉപദേശിക്കാൻ പറ്റുമോ? ഒരാളോട് പ്രവൃത്തികളുടെ ആളായിരുന്നു. പുള്ളി ഞാൻ ചോദിച്ചു, നമുക്ക് ധർമ്മോപദേശമായിട്ട് നമുക്ക് പൊതുനിയമ പഠിപ്പിക്കാൻ പറ്റുമോ? എന്താണ് നിങ്ങളെടുത്ത ഒരാൾ ഒന്ന് പറയാണ്, എന്റെ കണ്ണ് എനിക്ക് ഇടർച്ച വരുത്തുന്നുണ്ട്, അപ്പൊ നിങ്ങൾ ഉപദേശിച്ചേ, ഒന്ന് ഉപദേശിച്ചേ. ആണോ? ആണ് പാസ്റ്റർ. അയാളുടെ സുവിശേഷം 5-ാം അധ്യായം വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ ചൂടിനെടുത്ത് എറിഞ്ഞു കളയുക. നടപ്പാക്കിക്ക്, ഒന്ന് നടപ്പാക്കിക്ക്. ആരെങ്കിലും അങ്ങനെ ഉപദേശിക്കാൻ പറ്റുമോ? നോ, ഉപദേശിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വേറൊരാളോട് ഉപദേശിക്കാൻ പറ്റാത്ത കൽപ്പനകളുണ്ട്, എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അനന്യാസും സഫീറയും അവര് സ്വത്ത് വിറ്റു, പക്ഷെ മുഴുവൻ പണവും കൊണ്ടുവന്നില്ല. അപ്പോ പത്രോസ് അവരോട് പറയുന്നൊരു കാര്യമാണ്, ഇതെല്ലാം നിങ്ങളുടെ കയ്യിലിരുന്ന കാര്യമാണ്. ഈ പൈസയും നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, സ്ഥലവും നിങ്ങളുടെയാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനൊരു വഞ്ചന കാണിക്കേണ്ട ആവശ്യം എന്താ? ബിക്കോസ് വി ഡിഡ് നോട്ട് എൻഫോഴ്സ് ഇറ്റ്. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു ഇതെല്ലാം വിറ്റ് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരും, പറഞ്ഞില്ല, നിങ്ങൾ തന്നെ ചെയ്തു. അപ്പോ എന്താ അതിനർത്ഥം? ഈ കൽപ്പന ഇവിടെ എന്ത് ചെയ്യുന്നില്ല? എൻഫോഴ്സ് ചെയ്യുന്നില്ല. എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പുതിയ നിയമത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഈ രണ്ടാമത്തെ ലെവലിലേക്ക്, അതായത് പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ
അവിടെ എൻഫോഴ്സ്മെന്റ് ഓഫ് ദ ലോ ഈസ് നോട്ട് പോസിബിൾ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ താഴെ ഒരു ചാറ്റിൽ ഇട്ടാൽ മതി. കാരണം അത് ഇട്ടാൽ എനിക്ക് ഈ സമയത്ത് മറുപടി പറയാൻ പറ്റും. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ ഇതിനോട് സ്യൂട്ടബിൾ ആണെങ്കിൽ. ഇപ്പൊ പുതിയ നിയമത്തിന്റെ നീതി നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര പാടാ. നമുക്ക് ചെയ്യാമായിരിക്കാം, പക്ഷെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. വേറെ ആളുടെ എൻഫോഴ്സ് ചെയ്യാൻ. ഉദാഹരണത്തിന്, പാസ്റ്ററെ ഇവൻ എന്റെ ഷർട്ട് എടുക്കുക, എന്റെ ഫോൺ എടുക്കുക, ഞാൻ പറയും എടാ നിന്റെ രണ്ടാമതൊരു ഫോണിൽ അതും കൂടെ അവന് കൊടുത്തേക്ക്. പറയാം, എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അത് കൊടുത്തില്ലെങ്കിൽ നിനക്ക് നാളെ മുതൽ കർത്തൃമേശ ഇല്ല, പറയാൻ പറ്റും. പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങളുടെ വീട്ടിൽ കല്യാണം നടന്നപ്പോൾ നിങ്ങൾ ആരെയാണ് വിളിച്ചത്? നിങ്ങൾ വഴി ഇരുന്ന കുരുടരെയും കുഷ്ഠരോഗികളെയും വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പള്ളിയിലുള്ളവരെ വിളിച്ചോ? നാളെ മുതൽ നിങ്ങൾക്ക് കർത്തൃമേശ ഇല്ല. പറയാൻ പറ്റുമോ? നമ്മുടെ കൂട്ടുകാരെ വിളിച്ചില്ലെങ്കിലാണ് കർത്തൃമേശ കൊടുക്കുക. അപ്പോൾ ഇതൊന്നും എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അവിടെ എല്ലാം എന്ത് വേണമെന്നറിയാം? ഈ അടിസ്ഥാനത്തിന്റെ മുകളിൽ ക്രിസ്തുവിന്റെ നീതിയിലേക്ക് നമ്മൾ നടത്തുന്ന പരിജ്ഞാനത്തിന്റെ ഉപദേഷ്ടാവ് നമുക്ക് വേണം. ആ ഉപദേഷ്ടാവ് സംസാരിക്കുമ്പോൾ അത് ദൈവം തന്നെയാണ് സംസാരിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് മനസ്സിലാകാൻ എനിക്ക് വചനം എന്ന വാള് പ്രയോഗിക്കാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് ദൈവാത്മാവിന്റെ ശബ്ദം കേൾക്കുന്ന ശിഷ്യന്മാരുടെ പ്രത്യേകതരം ചെവി ഉണ്ടായിരിക്കണം. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് എന്റെ ചെവി നീ തുറക്കണമെന്ന് പ്രാർത്ഥന ഉണ്ട്. ശവന്റെ 50:4. അപ്പൊ ഇതാണ് സഭയുടെ ഉദ്ദേശം. എന്തിനു വേണ്ടിയാണ് ഒരു സഭയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഈസ് ദ പർപ്പസ്. എന്താണ്? നാം എല്ലാവരും ക്രിസ്തുവിനെ പോലെ ആകാൻ വേണ്ടി അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിൽ പണിത് അവന്റെ പ്രായത്തിന്റെ സമ്പൂർണത പ്രാപിക്കുവാൻ വേണ്ടി ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലയാതെ നമ്മൾ ക്രിസ്തുവിൽ പൂർണ്ണ നിശ്ചയമുള്ളവരായി മാറാൻ വേണ്ടിയാണ് നമുക്ക് ഈ സഭയുടെ ആവശ്യം. അപ്പൊ സഭയിൽ എത്ര വർഷം പോയാലും നമുക്ക് എന്താ മെച്യൂരിറ്റി എത്തുന്നില്ലെങ്കിൽ പിന്നെയും നമ്മുടെ ആദ്യ പാഠങ്ങൾ വീണ്ടും വീണ്ടും കേട്ടത്, അല്ലെങ്കിൽ മെച്യൂരിറ്റി പ്രാപിച്ച ആളുകളും പിന്നെയും കേൾക്കുന്ന എന്താണ്? എപ്പോഴും ബാലപാഠങ്ങളാണ്. നിന്നെ വിടുവിക്കുന്ന ദൈവം, നിന്നെ സഹായിക്കുന്ന ദൈവം ഇതാ ഇറങ്ങി വരും. ഇത് തന്നെയാണ് എപ്പോഴും കേൾക്കുന്നത്. പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയാതെ. അപ്പൊ നമ്മൾ ചോദിക്കും, ഈ അടിസ്ഥാന ഉപദേശങ്ങൾ പഠിക്കുന്നതിന് എന്താ ഇത്ര വിഷമം? ഇത് 2 ദിവസം കൊണ്ട് നമുക്ക് വേണേൽ തീർക്കാമല്ലോ, അല്ലെ? തീർക്കാൻ പറ്റത്തില്ല. എന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അപ്പോസ്തലിക ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത് അത് ഗ്രഹിക്കാൻ പാടാന്ന് മാത്രമല്ല, അതിൽ നമ്മൾ ചേർന്ന് നിൽക്കാനും പാടാണ്. ഉദാഹരണത്തിന്, കൃപയാലത്രേ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതിന് പ്രവൃത്തികൾ കാരണമാണ്. ഞാൻ പ്രസംഗിക്കാണ്, പ്രവൃത്തികൾ കാരണമാണ്. നമ്മളിങ്ങനെ പറയും, കർത്താവേ നിന്റെ കൃപയാണ് ഞങ്ങൾ രക്ഷിച്ചത്, ഞങ്ങൾ ഒന്നുമല്ല. നിങ്ങളിങ്ങനെ പറയുമോ? കർത്താവിന് പ്രാർത്ഥിക്കുമ്പോൾ പറയുമോ? പറയും. കർത്താവെ ഞങ്ങൾ നിന്നെ അന്വേഷിച്ചല്ല, നിങ്ങൾ എന്നെ അന്വേഷിച്ചു, നീ എന്നെ അന്വേഷിച്ച് വന്നതാണെന്നൊക്കെ പറയും. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അതങ്ങ് പോയിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ അങ്ങനെ ആയിരിക്കില്ല. മര്യാദയ്ക്ക് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകുന്നവർ ആരൊക്കെയാണ് മര്യാദയ്ക്ക് ജീവിക്കുന്നത്? ഇവരെ കുറിച്ച് കൊളോസി ലേഖനത്തിൽ പറയുന്നത് വിൽ വർഷിപ്പേഴ്സ് ആണ്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് വരാം. എന്താണ് ഈ വിൽ വർഷിപ്പിംഗ്? അതായത് മലയാളത്തിൽ പറയുമ്പോൾ സ്വേച്ഛാരാധന എന്നാണ്. ശ്രദ്ധിക്കണേ, ഇവിടെ ഒരു വലിയ അപകടമുണ്ട്. അതുകൊണ്ട് ഞാനിത് എടുത്തുകൊണ്ട് വന്നത്. കാരണം അപ്പോസ്തലിക ഉപദേശം നമ്മൾ എങ്ങനെ സ്ലിപ്പ് ആകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കൊളോസി ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം മുതൽ ഞാനൊന്ന് വായിക്കാം. ഓക്കെ, ഞാനൊന്ന് എടുത്തോട്ടെ. ഞാൻ തന്നെ വായിക്കാം. ഈ സൂമിലായിരിക്കുമ്പോൾ വേറെ ആരെങ്കിലും വായിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ വായിക്കുന്ന എനിക്ക് സൂമിലിരിക്കുമ്പോൾ വേറെ ആരെങ്കിലും വായിച്ചാൽ ഇടയ്ക്ക് ഞാൻ നിർത്തുമ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞായിരിക്കും ആള് കേൾക്കുന്നത്. അപ്പൊ ഒന്ന് നിർത്തിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും 2-3 വാക്ക് വായിച്ചു കാണും. അപ്പൊ ആകെ ഒരു കൺഫ്യൂഷൻ. ഞാൻ തന്നെ വായിക്കുന്നതാണ് അതിനകത്ത് ഏറ്റവും ഓക്കെ. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ 20-ാം വാക്യം,
ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചോ എന്നുള്ളതാണ്. ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യ കൽപ്പനകൾക്ക് ഉപദേശങ്ങൾക്ക് അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്നത് ഇവരെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതിൽ അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിൽ രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത് ജഡ അഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. ഇവിടുത്തെ പ്രശ്നം നിയമത്തിന്റെ അനുസരണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. രണ്ടുള്ള അനുസരണങ്ങളാണുള്ളത്. ഇതിൽ ഏതാണ് ശരി? നിയമത്തിന്റെ അനുസരണമാണോ വിശ്വാസത്തിന്റെ അനുസരണമാണോ? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിയമങ്ങളുടെ അനുസരണം എന്താണ് ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്നത്? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോ നിങ്ങളുടെ പാസ്റ്ററുടെ പേര് വർഗീസ് എന്നാണോ ലിജി എന്നാണോ? രണ്ടും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആണോ? തംസപ്പ് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് തന്നെ പറയാം. എനിക്ക് ഈ പാസ്റ്റർ ഒരു വലിയ കുറ്റം പറയാൻ എനിക്ക് ഇങ്ങനെ ധൃതിയായിരുന്നു വിചാരിച്ചു. ചുമ്മാ പറയുന്ന കേട്ടോ, എക്സാമ്പിൾ ആണ്. നിങ്ങൾ ആരുടെയെങ്കിലും കുറ്റം പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അങ്ങ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എന്റെ കാര്യം വിട്ടേ, അമ്മായിമ്മയുടെയോ മരുമകളുടെയോ അയൽവക്കത്തെ വീട്ടിലെയോ നാട്ടിലെ അമ്മായിപ്പന്റെയോ ആരുടെയും എന്തെങ്കിലും കുറ്റം പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. അപ്പൊ നിങ്ങൾ പറയാണ്, ഓ കുറ്റം പറയുന്നില്ല എന്ന് ഞാൻ തീരുമാനം എടുത്തതാ ബ്രദറെ, എന്റെ വായിൽ ഇത് വരരുത്. ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ തീരുമാനം എടുത്തു, കർത്താവേ എന്റെ വായിൽ ഇനി ഒരാളുടെ കുറ്റം വരരുത്. വായിൽ വരരുത്, ഹൃദയത്തിൽ വരുന്നുണ്ട്. എന്ത് ചെയ്യും? നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ വാ കൊണ്ട് അത് പറയാതിരിക്കും. ഇതാണ് ന്യായപ്രമാണത്തെ അനുസരിക്കുമ്പോണ്ടാകുന്ന നമ്മുടെ മാറ്റം. നമ്മൾ പാപത്തെ എൻകൗണ്ടർ ചെയ്തു, പാപം ഉള്ളിൽ കിടപ്പുണ്ട്, പക്ഷെ നമ്മൾ വെളിയിലോട്ട് വരാതെ സപ്രസ് ചെയ്തു. നമ്മളതിനെ പിടിച്ചടക്കിയിട്ട് പറഞ്ഞു, ഞാൻ കുറ്റം പറയില്ല എന്നൊരു തീരുമാനമെടുത്തി. ഉള്ളിൽ ഇങ്ങനെ പുകഞ്ഞോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആരുടെയെങ്കിലും കുറ്റം തോന്നുന്നുണ്ടെങ്കിൽ അത് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതിന്റെ കാരണം ഈ കുറ്റം ഉള്ളിൽ കിടന്നത് വൈരാഗ്യമായി മാറി. ഇന്ന് ഒരു സൂചി കൊണ്ട് തുന്നിയാൽ തീരുന്നത് നാളെ ഒരു തൂമ്പ കൊണ്ട് പോലും മാറ്റാൻ പറ്റാത്ത രീതിയിൽ അത് ആകാതിരിക്കാൻ. ഇത് നമ്മുടെ ഉള്ളിൽ പെരുകി വരും. അതിനെ ആ ജഡത്തിന്റെ പ്രവൃത്തിയെ തടയാൻ ന്യായപ്രമാണത്തിന് പറ്റില്ല. ഹൃദയത്തിലെ വികാരങ്ങളെ തടയാൻ ന്യായപ്രമാണത്തിന് പറ്റത്തില്ല. ന്യായപ്രമാണത്തിന് എന്തേ പറ്റുള്ളൂ? നിങ്ങൾക്ക് ബാഹ്യമായ ഒരു അനുസരണം ഉണ്ടാക്കിയെടുക്കാൻ മാത്രമേ ന്യായപ്രമാണത്തിന് പറ്റൂ. നിങ്ങൾ ആരുടെ കുറ്റം പറയുന്നില്ല. ഇനി ഒരു റൂളും കൂടെ ഉണ്ട്, ആരെ കണ്ടാലും ചിരിച്ചു കാണിച്ചോളാം. ആ റൂളും കൂടെ അനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്രയും നല്ല മനുഷ്യർ ലോകത്തുണ്ടായിരിക്കില്ല. ഇതാണ് ന്യായപ്രമാണം ഉണ്ടാക്കുന്നത്, പ്രമാണത്തിന്റെ അനുസരണം. ഓക്കെ, നിങ്ങൾ ആരുടെ കുറ്റം പറയുന്നില്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾ ആരുടെ കുറ്റം പറയുന്നില്ലാത്തവരൊന്ന് കൈവക്കാൻ പറഞ്ഞു. ആരും കൈവക്കാതിരിക്കാനെന്ന് എനിക്കറിയാം. ഇനി ആരെങ്കിലും കൈവക്കിയാൽ അയാൾ ഏറ്റവും വലിയ ഭാവിയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? കുറ്റം പറയുന്നില്ല എന്ന് പറയുന്നതിന് എങ്ങനെ ഭാവിയാണെന്നറിയോ? കുറ്റം പറയുന്നില്ല എന്ന് അവന് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആരുടെയോ കുറ്റമോ കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് പറയുന്നില്ല എന്നുള്ളതുകൊണ്ട് ഉള്ളിൽ തിരിച്ചു കഴിഞ്ഞു. അവനൊന്നും ശരിയാവില്ല പോലെ. പിന്നെ ഞാനായിട്ട് എന്തിനാ കുറ്റം പറയുന്നു വിചാരിച്ച് മിണ്ടാതിരിക്കുക? എന്തിനാ? ഞാൻ പാവിയാകാതിരിക്കാൻ. ഇതാണ് ന്യായപ്രമാണം. ഓക്കെ, കാണരുത്, നോക്കരുത്, പിടിക്കരുത്, ശരിയാണ്. പക്ഷെ ആ പ്രമാണത്തിൽ നല്ല അനുസരണം വരുന്നത്. അനുസരണം എവിടെ നിന്ന് വരുന്നത്? ജഡാഭിലാഷം അടക്കാൻ കഴിയില്ല. ഇതുകൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ജഡാഭിലാഷം അടക്കും. ഒരിടത്ത് നമ്മൾ സപ്രസ് ചെയ്യുമ്പോൾ വേറൊരിടത്ത് വിളി വരും. അപ്പോൾ ലോകത്തിലെ എല്ലാ മതങ്ങളും പ്രമാണങ്ങൾ അനുസരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പുതിയ നിയമം മാത്രം പറയുന്ന വിശ്വാസത്തെ അനുസരിക്കുന്ന കാര്യം. എന്താണ് വിശ്വാസത്തിന്റെ അനുസരണം? നിങ്ങളൊരു മനുഷ്യനെ നോക്കിയിട്ട് വിശ്വാസത്തിന്റെ അനുസരണം എന്താണെന്ന് പ്രാക്ടീസ് ചെയ്യും. വിശ്വാസിക്ക് മാത്രമേ പറ്റുള്ളൂ ഈ തലം. അവിശ്വാസിക്ക് ഇത് മിണ്ടാൻ പോലും പറ്റില്ല അവരോട്. ഓക്കെ, തന്നെയുമല്ല നമ്മൾ അവിശ്വാസികൾ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. അത് പ്രധാനമാണ്. അവർ ഒരു കരുണയെ നമ്മളോട് കാണിക്കില്ല നമ്മളെ വിധിക്കുന്നു. പക്ഷെ നമ്മൾ അവരെ വിധിക്കാതെ നമ്മുടെ ഹൃദയത്തിൽ
കുറ്റം സംഗ്രഹിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാല്, ഇപ്പൊ എനിക്ക് വർഗീസ് പാസ്റ്ററുടെ ഒരു കുറ്റം പറയാൻ തോന്നുവാന്ന് വിചാരിച്ചു. എന്തുകൊണ്ട് തോന്നുന്നറിയോ? ഞാൻ അദ്ദേഹത്തെക്കാൾ ഭേദമാണെന്ന് എനിക്കൊരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത്, അല്ലേ? ആണോ? അപ്പൊ വിശ്വാസത്താൽ ഞാനൊന്ന് നോക്കിയാൽ ഞാൻ എങ്ങനെയാ കാണുള്ളൂ? കർത്താവ് എന്നെ നിനക്ക് രക്ഷിക്കാമെങ്കിൽ വർഗീസ് പാസ്റ്റർ രക്ഷിക്കുന്ന എത്ര ഈസി ആയിരിക്കും. എന്നെ പോലെ മുരടനും ദുർഘടനും ശത്രുവുമായിരുന്ന ഒരുത്തൻ ഉണ്ടായിരുന്നില്ലല്ലോ നിനക്ക്. എന്നിട്ട് എനിക്ക് വേണ്ടി നീ മരിച്ച കർത്താവായതുകൊണ്ട് ആ പാവം മനുഷ്യന് നിസ്സാരമായ പ്രശ്നമാണല്ലോ എൻ്റെ തലയിലുള്ളത്. അതൊരു പ്രശ്നമേ അല്ലല്ലോ. കാരണം ഞാൻ വിശ്വസിക്കുന്ന എന്നെ മാറ്റാൻ കഴിയുന്നയാൾക്ക് ആ ആളെ മാറ്റാൻ പറ്റും എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറ്റം പറയാതിരിക്കുന്നത് വലിയ കാര്യമാണോ? അല്ല. എനിക്ക് കുറ്റം തോന്നുന്നില്ല, പിന്നെ അതുകൊണ്ടല്ലേ ഞാൻ പറയാത്തത്. ജഡാഭിലാഷം തോന്നുന്നില്ല. എനിക്ക് ആളെ നോക്കുമ്പോൾ കുറ്റം തോന്നുന്നില്ല, പിന്നെ എങ്ങനെ ഞാൻ പറയും? ഞാൻ കുറ്റം പറഞ്ഞില്ല ബ്രദറെ എന്ന് പറഞ്ഞാൽ കുറ്റം തോന്നണ്ടേ? അപ്പൊ അതിനകത്ത് സ്വയനീതി ഇല്ല. ഞാൻ ആരുടെയും കുറ്റം പറയുന്നില്ല. പക്ഷെ ആരുടെയും കുറ്റം തോന്നേണ്ട കാര്യമില്ല. നമ്മളെ ഏറ്റവും വലിയ പാവി. അത് വിശ്വാസത്താൽ നോക്കുമ്പോഴാണ് ഈ പാവിയെ രക്ഷിച്ച ദൈവം എന്ത് ഭയങ്കര കരുണയെ കാണിച്ചത് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ മനസ്സിലാകുമ്പോഴാണ് അവനെ രക്ഷിക്കാനും ഈ ദൈവത്തിന് കഴിയുമെന്നും. അപ്പൊ ഞാൻ ഒരാളെ കാണുമ്പോ എന്താ നോക്കുന്നറിയോ? ദൈവം അവനെ നന്നാക്കുന്ന ഞാൻ കാണും. എന്നെ ദൈവം അത് 1-2 പാഠങ്ങളിലൂടെ പഠിപ്പിച്ചതാണ്. ഒരു പാഠം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കുമായിരുന്നു. അതാണ് ഈ കഥകളുടെ പ്രത്യേകത. എനിക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അതിന്റെ കാരണം എനിക്ക് ഭയങ്കര മെമ്മറി പ്രോബ്ലം ഉള്ള ഒരാളാണ്. വളരെ സീരിയസ് മെമ്മറി പ്രോബ്ലം ചെറുപ്പം തൊട്ടുണ്ട്. പഠിക്കുന്ന കാര്യങ്ങളൊന്നും മറക്കില്ല കേട്ടോ. ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിച്ചവരെ എനിക്ക് ഓർമ്മയുണ്ട്, 10-ാം ക്ലാസ്സിൽ പഠിച്ച ഓർമ്മയുണ്ട്, കോളേജിൽ പഠിച്ച പാഠങ്ങൾ വരെ ഓർമ്മയുണ്ട്. പക്ഷെ അത്ര ഓർമ്മയില്ല, എന്നാലും ഉണ്ട്. പക്ഷെ ബൈബിൾ വായിക്കുന്ന ഓർമ്മയുണ്ട്. ശ്രമിക്കാൻ എനിക്ക് വചനം പറയാൻ ഒരു തടസ്സമില്ല. പക്ഷെ വേറെ ഒന്നും ലോകത്ത് ഇന്നലെ എന്ത് സംഭവിച്ചു, മിനിയാൻ എന്ത് കഴിച്ചു, ആരെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി, എന്ത് സംസാരിച്ചു, ഒരു പിടികിട്ടും. എന്ത് തരം മെമ്മറി ലോസ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ദാറ്റ്സ് റിയലി സീരിയസ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നത് തന്നെ പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവിൽ അങ്ങ് ആശ്രയിച്ച് അതങ്ങ് പറയുക. കാരണം മെമ്മറി ഈസ് നോട്ട് ഹെൽപ്പിംഗ് മീ ദാറ്റ് മച്ച്. ഓക്കെ, അപ്പോൾ ഈ സ്വാഭാവിക പ്രവണതകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ, ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു യൗവനക്കാരൻ ഞങ്ങളുടെ ചർച്ചിൽ. അതേ എക്സാമ്പിൾ നിങ്ങൾ ഓർക്കും. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരുത്തം പോകാൻ പോയപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരുത്തൻ ഞങ്ങൾ ചർച്ചിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് അവൻ അവസാനം, അത് ഞാൻ പറഞ്ഞ കഥയാണ്, ചിലപ്പോൾ മറന്നുപോയാലും പറഞ്ഞെന്നെ ഓർമ്മ. അതിലത് പോട്ടെ, പുതിയ കഥ പറഞ്ഞു. അപ്പൊ ഈ പയ്യനൊരു കുഴപ്പമുണ്ട്. ഏത് ചർച്ചിൽ പോയാലും അതേപോലെ വലിയ പ്രോസ്പെരിറ്റി കൾട്ടിനകത്താണ് പോയിക്കൊണ്ടിരുന്നത് ആദ്യം. അത് കഴിഞ്ഞ് നമ്മുടെ കൂട്ടത്തിലേക്ക് വന്നു. അപ്പൊ ആ കൾട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന വേറെ ആളോട് പറഞ്ഞു, ഇവനെ സൂക്ഷിച്ചോണം, ഭയങ്കര തട്ടിപ്പുകാരനാണ്, അവൻ പറയുന്നൊന്നും വിശ്വസിക്കരുത്. കാരണം അവൻ ഫെബ്രുവരി തൊട്ട് നവംബർ വരെ ചർച്ച വരുള്ളൂ. നവംബർ 30-ാം തീയതി കൃത്യമായിട്ട് മുങ്ങിയിരിക്കും. പിന്നെ അടുത്ത ഫെബ്രുവരിയിലേ വരുള്ളൂ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ ജാനുവരി 2 മാസം അവന് എൻജോയ്മെന്റിനുള്ള സമയമാണ്. അവൻ ആ സമയത്ത് കള്ളു കുടിക്കും, സിഗരറ്റ് വലിക്കും, ലോകത്തിലെ എല്ലാ പരിപാടികളും. ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? എന്നാൽ ഫെബ്രുവരി മുതൽ നവംബർ വരെ വളരെ ഭക്തനാണ്, ആരാധന ലീഡ് ചെയ്യും, ലീവ് എടുക്കുന്നു ആരാധനയ്ക്കകത്ത്. അപ്പൊ ഈ ഫെബ്രുവരി ലീവ് വരുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇനി ഇവൻ മര്യാദക്കാരനായിരിക്കും, മാനസാന്തരപ്പെട്ട് കാണുമായിരിക്കും. പക്ഷെ നവംബർ ആകുമ്പോഴേക്കും പഴയ പോലെ. അപ്പൊ അടുത്ത ഫെബ്രുവരി വരുമ്പോൾ നമുക്ക് സംശയിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം. ഇപ്പോഴായിരിക്കും ചിലപ്പോൾ ശരിക്കും മാനസാന്തരപ്പെട്ട് നമുക്ക് അറിയത്തില്ലല്ലോ. ഇറ്റ് കണ്ടിന്യൂസ്. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാം? എന്നോട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു സൂക്ഷിക്കണം. പക്ഷെ എനിക്ക് പഴയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ആൾക്കാരെ സൂക്ഷിക്കാൻ പോയിട്ട് ദൈവത്തിന് വെളിയിൽ പോയത്. ആൾക്കാരെ ഞാനെന്താ സൂക്ഷിക്കുന്നത്? എന്നെ പറ്റിക്കുവോ? പറ്റിക്കട്ടെ, എന്നെ അല്ലേ പറ്റിക്കുവോ? നമുക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? ഒന്നുമില്ല. പക്ഷെ ഈ പ്രാവശ്യം അവൻ വന്നപ്പോഴാണ് ശരിക്കും ഒരു മാനസാന്തരം. കഴിഞ്ഞ 10 വർഷക്കാലം ഞാൻ ഭ്രാന്തനെ പോലെ നടക്കുമായിരുന്നല്ലോ ആരാധിക്കുന്ന സമയത്ത് വരെയും.
ദൈവം എനിക്ക് അറിയില്ലായിരുന്നല്ലോ എന്ന് അവന് മനസ്സിലായത്. ഇത് നമ്മളൊന്നും ചെയ്തിട്ട് മനസ്സിലായതല്ല. ദൈവാത്മാവ് അവന് ബോധ്യം കൊടുത്തു. അവനെ വിട്ടുകളാന്ന് പറയാത്ത ആരുമില്ല എന്നോട്. പക്ഷെ ഞാൻ അന്നേരം ഓർത്ത എന്നേക്കാളും എന്തായാലും അവൻ ഭേദമാണ്. എന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വെളിപ്പെട്ട് കിട്ടിയവനോട് ദൈവം അധികമാണ് ചോദിക്കുന്നത്. So I stand before him, sit before him broken and say, അവനെ നീ പറ. അവൻ പറയും. എനിക്ക് ഞെട്ടലുണ്ടാവും. പിന്നെ എന്നെ കുറിച്ച് ആലോചിക്കും, എനിക്ക് എന്നേക്കാൾ എത്രയോ ഭേദം. അവന്റെ കുറ്റം എനിക്ക് തോന്നേണ്ട കാര്യമില്ല. ഐ ലുക്ക് അറ്റ് ഹിം ആൻഡ് ഐ ഫീൽ ബെറ്റർ ദാൻ ഹിം. സോ എന്ത് കുറ്റം പറയും? അപ്പൊ ദൈവത്തിന് മുമ്പിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പം നമ്മൾ ശരിക്കും മാനസാന്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇല്ല. വി ആർ ദ വേഴ്സ്റ്റ്. ഐ ആം ദ വേഴ്സ്റ്റ്. വി ആർ എന്ന് പോലും പറയാൻ പാടില്ല. അവിടെ ദൈവത്തിന്റെ ഭയങ്കര കരുണ. പാപം പെരുകിയെടുത്ത് എന്ത് സംഭവിച്ചു? കൃപ അത്യന്തം പെരുകി. അപ്പൊ ഞാൻ നിങ്ങളുടെ ഇതും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വാക്യമാണ്. പാപം എങ്ങനെ പെരുകിയത്? പാപം ചെയ്ത് പെരുകിയ കാര്യമല്ല റോമലേഖനത്തിൽ പറയുന്നത്. പിന്നെ എങ്ങനെ പാപം പെരുകിയ കാര്യമാണ്? പാപം പെരുകേണ്ടതിന് എന്താ സംഭവിച്ചത്? ന്യായപ്രമാണം ഇടയിൽ ചേർന്നു പോയി. ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു. ഇപ്പൊ എങ്ങനെ ലംഘനം പെരുകിയത്? ചെയ്ത് പെരുകിയതല്ല, പെരുകിയിരിക്കുമായിരുന്നു. പക്ഷെ ഇവൻ അറിയത്തില്ലായിരുന്നു. ഇവൻ പ്രമാണം അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഇവന്റെ ലംഘനം എണ്ണിയാൽ തീരാത്തതായി മാറി. അവിടെ അങ്ങനെ തന്നെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാ പാപം പെരുകിയെന്നുള്ള കാര്യം. അത് പറയല്ലേ ഇവര്. അവര് പറയും പാപം ചെയ്യുമ്പോൾ നിങ്ങൾ കൃപയിലേക്ക് വീഴുകയാണ്. അങ്ങനെയാണോ അവിടെ? അല്ല. പാപം ചെയ്യുമ്പോൾ കൃപ പെരുകുന്നല്ല. പാപം പെരുകുമ്പോൾ. എങ്ങനെ പെരുകുമ്പോൾ? ന്യായപ്രമാണത്തിന്റെ കർശനമായ പരിശോധനയിൽ പാപം പെരുകി കാണുമ്പോൾ. അങ്ങനെയാ. അപ്പൊ ഞാൻ മറ്റുള്ളവരെ നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരാളായിരുന്നു. ഭയങ്കര വിമർശകനായിരുന്നു. ഒരാൾക്ക് സമാധാനം കൊടുക്കരുത്. അന്ന് ഞാനായിരുന്നു ഏറ്റവും വലിയ പാപി. എന്നെ കോളേജിൽ പഠിപ്പിച്ച, ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച സാറിന് പറഞ്ഞിട്ട്, ചേച്ചി ഇത് ഒത്തിരി ഓവറാകട്ടെ, ഇത്രയും നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ എടുത്തുകൊണ്ട് വരരുത്. ഞാൻ പറയും, ബൈബിൾ കോളേജിൽ പഠിച്ച് സുവിശേഷ വേല ചെയ്യാനുള്ളവർക്ക് ഇങ്ങനെ ചെയ്താൽ നമ്മൾ ചോദിക്കണ്ടേ? ധാർമ്മിക രോഷം. ആ സാർ എന്നോട് കാല് പിടിക്കുന്നവർ പറഞ്ഞു, ചേച്ചി നമ്മൾ നിൽക്കുന്നത് വഴുവഴുപ്പുള്ള ഒരു സ്ഥലത്താണ്. നമ്മളൊരു മനുഷ്യനെ വിമർശിക്കുമ്പം പരിധി വിടുമ്പോൾ നമ്മൾ വിധിക്കപ്പെടുന്നവരായിട്ട് മാറും. എനിക്ക് അന്നത് മനസ്സിലായില്ല. പക്ഷെ പിന്നീടാണ് കർത്താവ് എനിക്കൊരു ബോധ്യം തന്നത്, ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ പാപി എന്നുള്ള ബോധ്യം. അപ്പൊ നമ്മൾ മറ്റൊരാളെ ഉപദേശിക്കുമ്പം അവനെ വിധിക്കാതെ ഉപദേശിക്കണമെങ്കിൽ, ഏറ്റവും വലിയ പാപിയെ നമ്മുടെ സഭയിൽ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കണമെങ്കിൽ അവന് ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാകണം. ഇപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ യൗവനക്കാരനെ പപ്പാന്ന് വിളിക്കുന്നു. കാരണം അവന് ജീവിതത്തിൽ എന്താണ് ഒരു നിൽക്കാനുള്ള തൂണെന്നുള്ളൊരു പിടിയില്ലായിരുന്നു. നാളെ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഐ ലീവ് ഇറ്റ് ടു ഗോഡ്. So next November what happens? God knows. But I trust him. കാരണം വിശ്വാസമാണ് നമ്മളെ നയിക്കുന്നത്. എല്ലാറ്റിനെയും വിശ്വസിക്കുക. ചതിക്കപ്പെട്ടോട്ടെ, സ്റ്റിൽ യു ബിലീവ് ഇൻ ഹിം. എന്തുകൊണ്ട് ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ചെയ്താലും നമ്മൾ ഒന്നും ആകാൻ പോകുന്നില്ല എന്ന് പറയാൻ വേണ്ടി. സോ ദിസ് ഈസ് ഫൗണ്ടേഷണൽ ടു ബി എ ഷെപ്പേർഡ്. Shepherd's heart is not like a prophet's heart. Prophet comes, condemns and goes. But shepherd goes after that sheep, tends to that sheep, takes him over his shoulder, nurses him back. അല്ലാതെ പരീക്ഷന്മാരെ പോലെ ഇരുന്ന് വിധി പ്രസംഗം. ഇതാണ് നമുക്ക് അടിസ്ഥാന വേദോപദേശങ്ങൾ മറന്നുപോയുള്ള പ്രോബ്ലം. അപ്പൊ നമ്മൾ എപ്പോഴും കണ്ടം ചെയ്യുന്നവരും സ്വസ്നേഹികളുമായിരിക്കും. എപ്പോഴായി? നിയമപ്രമാണങ്ങൾ നമ്മൾ പാപബോധം വരുത്താൻ വേണ്ടിയല്ല,
അത് നമ്മളെ നീതിമാന്മാരാക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് കൊളോസി ലേഖനം പറയുന്നത്. പാപബോധം വരാൻ വേണ്ടിയാണ് ന്യായപ്രമാണം ഉപയോഗിക്കുന്നതെങ്കിൽ ഓക്കെ, നമ്മൾ ക്രിസ്തുവിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. നമ്മളത് നേരത്തെ പറഞ്ഞിട്ടുള്ള വെൻ വി ആർ കണ്ടംഡ് ബൈ ദ ലോ വി റൺ ടു ദ ലോ. അത് എബ്രായ ലേഖനം 6 പറയും. നമ്മൾ അങ്ങോട്ട് വരുമെന്നാണ് എന്റെ പ്രതീക്ഷ. എബ്രായ ലേഖനം 6 പറയുന്നത് നമുക്ക് വെച്ചിരിക്കുന്ന പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്നതാണ്. അപ്പൊ നമ്മൾ പാപികളാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമുക്കത് ബോധം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കർത്താവിന്റെ അടുത്ത് ഓടിച്ചെല്ലും. പക്ഷേ ഇതൊരു ധർമ്മോപദേശമായി ഡൂസ് ആൻഡ് ഡോൺസ് ആയിട്ട് മനസ്സിലായാൽ നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് ഇല്ലെന്ന് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നവരായി മാറും. അപ്പൊ കൊളോസ് ലേഖനത്തിൽ പറയുന്നത് സ്വേച്ഛാരാധന. ഈ സ്വേച്ഛാരാധന എന്നുള്ള വാക്ക് ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് സ്വന്തം ഇഷ്ടത്താൽ അവനവന് തോന്നിയ പോലെ ആരാധിക്കുന്നവരെന്ന്. അങ്ങനെയല്ല. അത് ശരിക്കും ഇംഗ്ലീഷിലുള്ള ഒരു ട്രാൻസ്ലേഷൻ, എന്റെ കയ്യിരിക്കുന്ന ട്രാൻസ്ലേഷൻ അല്ല, അത് ഇയാളെ അടുത്തിടെ വായിച്ചതല്ല, കുറച്ചാൾ മുമ്പ് വായിച്ചതാണ്. വിൽ വർഷിപ്പേഴ്സ് തന്നെ. വിൽ വർഷിപ്പേഴ്സ്, അതായത് നിയമപ്രമാണം അനുസരിച്ച് നീതിമാന്മാരായി എന്ന് വിചാരിക്കുന്നവർ, ദേ ആർ വിൽ വർഷിപ്പേഴ്സ്. വിൽ വർഷിപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയാം, ബ്രദറെ, സ്നാനപ്പെട്ട ശേഷം ഞാൻ ഇന്നേ വരെ വിത്ത് ഓൾ വൈബ്രേഷൻസ് ഞാനൊരു ഡോക്ടറുടെ അടുത്ത് പോയിട്ടില്ല ബ്രദർ. നല്ല കാര്യം. പക്ഷേ അവൻ ആരെയാ വർഷിപ്പ് ചെയ്തെന്നറിയോ? വിൽ പവർ. വിൽ പവറിനെ വർഷിപ്പ് ചെയ്തു. സോ ഇച്ഛയെ ആരാധിക്കുന്നു. വിൽ വർഷിപ്പ്, അതായത് എന്റെ തീരുമാനങ്ങളെ. ഞാൻ സ്വർഗത്തിൽ പോയത് എങ്ങനെയാണെന്നറിയോ? കർത്താവ് എന്നെ വേണ്ടി മരിച്ചുകൊണ്ട് മാത്രമല്ല, ഞാൻ തീരുമാനമെടുത്തു ഓടി. മറ്റവൻ ഓടിയില്ല. അപ്പൊ ആരാ ശരിക്കും അവിടെ മഹത്വപ്പെടുന്നത്? ആരാ എന്നെ രക്ഷിച്ചത്? ഞാൻ. മൈ വിൽ. ഇപ്പൊ ന്യായപ്രമാണത്തിന്റെ അനുസരണത്താൽ നീതി വരുമായിരുന്നെങ്കിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവർ, പ്രോപ്പറായിട്ട് ദൈവത്തെ ആരാധിക്കുന്നവരാവില്ലായിരുന്നു, നമ്മൾ വിൽ വർഷിപ്പേഴ്സ് ആയി മാറിയേനെ. ദാറ്റ് മീൻസ് വി വിൽ വർഷിപ്പ് അവർ ഓൺ വിൽ. അതാണ് യഹൂദന്മാർക്ക് സംഭവിച്ച, പരീശന്മാർക്ക് സംഭവിച്ച, ശാസ്ത്രിമാർക്ക് സംഭവിച്ച. അവരെ തന്നെയാണ്, അവരുടെ ഹൃദയത്തെയാണ് അവർ വർഷിപ്പ് ചെയ്തത്. നിങ്ങൾക്കറിയില്ല പരീശ നിന്ന് പ്രാർത്ഥിച്ച് എങ്ങനെയാണ്? എന്നെ നോക്കുന്നു പറഞ്ഞല്ലേ. ആരുടെ മഹത്വം അവനോട് പറഞ്ഞുകൊണ്ടിരുന്നത്? ദൈവത്തിന്റെ മഹത്വമല്ല. വർഷിപ്പ് ഈസ് ഗിവിംഗ് വർത്ത് ടു ദ ലോർഡ്. വർഷിപ്പാണ്. അപ്പൊ പരീക്ഷ നിന്ന് എന്നെ രക്ഷിച്ച ദൈവമേ ഞാൻ പാപിയാണെന്നല്ല പറയുന്നത്. അവൻ പറയുന്നത് എന്റെ വില്ല് നീ നോക്കാനാ. എന്റെ വിൽ, മൈ വിൽ പവർ, ഐ എം സോ റൈച്ചസ് ബൈ മൈ വർക്ക്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ദൈവത്തിന് മുമ്പിലേക്ക് ആ വിൽ പവറിനെ എടുത്ത് വെക്കുവാണ്. വിൽ വർഷിപ്പിംഗ് ആണോ? അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നറിയോ? ഇതൊക്കെ ചെയ്താലും ജഡാഭിലാഷം അടക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, ഈ ജഡാഭിലാഷം ശക്തമാവുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ശക്തമാകുന്നത്? ഞാൻ വേറൊരാളെ വിധിക്കാൻ വേണ്ടി കൈപൊക്കുമ്പോൾ എന്റെ ജഡം വളരെ സ്ട്രോങ് ആണ്. എന്താ സ്ട്രോങ് ആയിരിക്കുന്നത്? എങ്ങനെയാ? സൽപ്രവൃത്തികളാൽ. ദൈവത്തിന്റെ പ്രവൃത്തികളല്ലത്, മനുഷ്യന്റെ ജഡത്തിന്റെ പ്രവൃത്തികളാൽ സ്ട്രോങ് ആയിരിക്കുകയാണ്. ഞാൻ അങ്ങനെയല്ല, അവരങ്ങനെയാണ്, നോക്ക് എന്നെ എന്ന് പറയുന്ന ആ വില്ലുണ്ടല്ലോ. സോ ദാറ്റ് വിൽ ഈസ് ദ കിങ് there. ഇന്ന് പല സുവിശേഷ പ്രസംഗമല്ല, സഭയ്ക്കകത്തുള്ള വിശുദ്ധീകരണത്തിന്റെ പ്രസംഗങ്ങൾ എത്തിച്ചേരുന്നത് വിൽ വർഷിപ്പിങ്ങിലാണ്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ കേട്ടു മതി. അൾട്ടിമേറ്റ്ലി ദ മാൻസ് വിൽ ഈസ് ഓണേർഡ്. ഇത് ഇങ്ങനെ അല്ലാതെ വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കാനും അറിയത്തില്ല. എന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോസ്തലിക ഉപദേശം പഠിക്കാതെയാണ്, അതിന്റെ ഫൗണ്ടേഷൻ ഇല്ലാതെയാണ് നമ്മൾ നന്മതിന്മകളുടെ പഴമായിട്ട് നമ്മൾ പലപ്പോഴും പുൽപ്പിറ്റിലേക്കും ഉപദേശങ്ങളിലേക്കും നീങ്ങുന്നത്. When we know the law of the Lord, we are broken. We cannot give glory to anything that we do or even think or the decisions that we take. പിന്നെ ജഡാഭിലാഷം അടക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാമോ, ഞാൻ ഭയങ്കര നല്ല മനുഷ്യനായതുകൊണ്ടേ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് നല്ലവനായിട്ട് ജീവിച്ച് എല്ലാവരെയും സ്നേഹിച്ച് മര്യാദ രാമൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം, മര്യാദക്കാരനായതുകൊണ്ട് എനിക്ക് നല്ലൊരു വില്ല ഉള്ളത്.
അല്ലേ? അപ്പൊ എന്റെ ജഡത്തിൽ എന്നോടുള്ള അഭിലാഷം എനിക്ക് കൂടുതലാണോ കുറവാണോ? കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് എന്നെ കുറിച്ച് എന്താ തോന്നുന്നേ? ആ, കൊള്ളാമല്ലോ, ഒന്നുകൂടെ നോക്കിയേക്കാൻ തോന്നുന്നുണ്ടോ? ദീസ് ആർ ഓൾ സിംറ്റംസ് ഓഫ് ഡിസെപ്ഷൻ. നമ്മൾ ചതിക്കപ്പെടുന്നവരാണെന്നുള്ളതിന്റെ തെളിവാണിത്. എക്സെപ്റ്റ് ഇൻ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് വി ഹാവ് നത്തിങ് ടു ഗ്ലോറി അബൌട്ട്. അവന്റെ ക്രൂശിലല്ലാതെ സഹോദരങ്ങളെ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല പ്രശംസിക്കാൻ. അത് വെറുതെയാണ്, നമുക്ക് തോന്നുന്നതാണ്. അത് വിൽ വർഷിപ്പിങ്ങിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ചോദിക്കും, ജഡാഭിലാഷം എങ്ങനെ അടക്കാം? എന്താണ് ഈ ഉപദേശം? ജഡാഭിലാഷം എങ്ങനെ അടക്കാം? അടുത്ത വാക്യം. ഞാൻ ഇത് ഒരു സഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്, ഈ അടുത്തേറെ ഓഫ്ലൈൻ, അതായത് ഡയറക്റ്റ് സഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ രണ്ടിന്റെ അവസാനം, കൊലോസ്യർ 2 അവസാനം പറയുന്നത്, അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിൽ രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്, ജഡാ അഭിലാഷം അടക്കാനോ അതുകൊണ്ട് സാധിക്കില്ല. അടുത്ത വാക്യം എങ്ങനെ തുടങ്ങുന്നത്? ആകയാൽ എന്ന് പറഞ്ഞോടെ തുടങ്ങുന്നു. അപ്പൊ ജഡാഭിലാഷം അടക്കാൻ ഈ നിയമങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇനി അടുത്ത വഴി നോക്കുക. എന്താ അടുത്ത വഴി? ജഡാഭിലാഷം എങ്ങനെ അടക്കാം? ആകയാൽ. നമ്മൾ ഈ വാക്യങ്ങൾ കാണാതെ പഠിക്കുന്ന ഒരു ശീലം, അതിന്റെ ഒരു അപകടം കൂടെ ഞാൻ പറയാൻ പോകും. വാക്യം കാണാൻ പഠിക്കരുതെന്ന് ഞാൻ പറഞ്ഞത് പോലെ ഇതാണ്. ഈ ഫേസ്ബുക്കിലും പിടിച്ചിട്ടേക്കല്ലേ ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ടേ ഇടാവുള്ളൂ. ഈ വാക്യം കാണാതെ പഠിക്കുന്നതിന്റെ അപകടം ഞാൻ പറയട്ടെ. കൊലോസ്യർ 3:1 മിക്കവാറും ആൾക്കാർക്ക് എല്ലാം കാണാൻ പോകും. എന്താ കൊലോസ്യർ 3:1 പറയുന്നത്? ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇഫ് ദെൻ യു ഹാവ് ബീൻ റേസ്ഡ് വിത്ത് ക്രൈസ്റ്റ്. കാണാൻ അറിയാം. ഈ ആകയാൽ എന്ന് പറഞ്ഞാൽ എന്താ? അതറിയില്ല, അതറിയത്തില്ല. കൊലോസ്യർ 3:1 പറയാം. കൊലോസ്യർ 3:1 പറയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലേക്ക് വരും, ആകയാൽ ക്രിസ്തു യേശുവിനോട് കൂടെ ക്രൂശിക്കും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ. പറഞ്ഞു കഴിഞ്ഞു. എന്താകയാൽ എന്നാ? അത് നമുക്ക് ശ്രദ്ധയില്ല. അവർ റോമർ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട് സകലവും നന്മയ്ക്കായും കൂടി വ്യാപരിക്കും. എന്ത് നന്മയ്ക്കാ? കാണാതെ പിടിച്ച വാക്യത്തിൽ അത് പറയുന്നില്ല. നമ്മൾ വാക്യം കാണാതെ പഠിച്ചു, പക്ഷെ അർത്ഥം മനസ്സിലായിട്ടില്ല. അങ്ങനെ കാണാതെ പഠിച്ചുകൊണ്ട് നമ്മൾ റോമർ 8 എന്ന് പറയുമ്പോഴേക്കും നമ്മളുള്ള 28 മുമ്പിലോട്ട് ചാടി വരും. പക്ഷെ അതിന്റെ 29-30 നമ്മൾ വായിച്ചിട്ടില്ല. അപ്പോൾ ഈ വചനം കാണാതെ പഠിക്കുമ്പോഴും വലിയൊരു മിസ്സിംഗ് ഉണ്ടാവുന്നുണ്ട്. അർത്ഥം അതിന് ചുറ്റുമുള്ളതൊക്കെ വായിച്ചിട്ട് വേണം ഒരു വാക്യം കാണാൻ പഠിച്ചാൽ അതിന്റെ ഫുൾ പവർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതിന്റെ ഫുൾ പവർ എന്താണ്? ഈ വാക്യത്തിന്റെ ഫുൾ പവർ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ. അതായത് ജഡാഭിലാഷം അടക്കാൻ ന്യായപ്രമാണങ്ങൾ കൊണ്ട് കഴിയാതെ പോകുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു വഴി പറഞ്ഞു തരാം. നിങ്ങളെ ഇരുത്തിയിരിക്കുന്ന ഇവിടെ അല്ല, സ്വർഗത്തിലാണ്. അതുകൊണ്ട് അവിടെ തേജസ്സുള്ള ഒരു കാര്യം ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തു നോക്കി. നിങ്ങൾ കണ്ണു തുറന്ന് സ്വർഗത്തിലോട്ട് നോക്കി, ഇവിടെ ഉള്ളതെല്ലാം നിങ്ങൾക്ക് ഒന്നുമില്ലാത്തതായി മാറും. നിങ്ങളുടെ ജഡവും പോവും, അഭിലാഷവും പോവും. കാരണം അത്ര ഭയങ്കര ഒരു തേജസ്സാണ് സ്വർഗത്തിൽ നിങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നത്. ആ തേജസ്സിന്റെ പ്രത്യാശയിലേക്ക് നമ്മൾ ഉറച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിന്റെ ദുഷ്ടതകൾ എടുത്തു കളയാൻ പറ്റുള്ളൂ. ഈ ന്യായപ്രമാണത്തിന്റെ അതല്ലാത്ത ഒരു നീതിയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഉയരത്തിൽ കർത്താവിരിക്കുന്ന ഇടമായ ഉന്നതത്തിലുള്ളത് അന്വേഷിക്കണം. ജഡാഭിലാഷം കളയാൻ എന്താ വഴി? പ്രത്യാശ ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ് എന്റെ വഴി. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3:2-3 പറയുന്നത്, അവനിൽ ഈ പ്രത്യാശ ഉള്ളവൻ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. പ്രത്യാശയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. We know for certain that we are not going to perish here, but we will receive that life kept for us with Christ Jesus in heavenly places. Are you certain about that? നിങ്ങൾക്കത് ഷുവർ ആണോ? എങ്കിൽ മാത്രമേ ഈ ലോകത്തെ ത്യജിച്ചു കളയാൻ നമുക്ക് കഴിയൂ. ഈ ഷുവർട്ടി ഓഫ് സാൽവേഷൻ പ്രസംഗിക്കുമ്പോൾ 1-2-3 പ്രോബ്ലംസ് അതിന്റെ കൂടെ വരാൻ സാധ്യത. ഞാൻ ഈ രക്ഷയുടെ ഉറപ്പ് നമ്മൾ പ്രാപിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇഫ് യു ആർ നോട്ട് ഷുവർ അബൌട്ട് വെയർ യു ആർ ഗോയിങ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഈ ലോകത്തുള്ള മോഹങ്ങളെ തള്ളിക്കളയാൻ പറ്റുന്നത്? കുഞ്ഞാട്ടിൻ തിരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. ആർക്കും എടുക്കാൻ പറ്റാത്ത ഒരു ബിരുദ് ഞാൻ പ്രാപിക്കും, എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ളതൊന്നും എനിക്ക് പ്രശ്നം. അത് പ്രാപിക്കുന്നുള്ളതുകൊണ്ട് ഇത് വേണ്ടാത്ത നൊടി നേരത്തേക്കുള്ള നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ നൊടി നേരത്തേക്കുള്ള ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല.
കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. എപ്പോഴാ സാരമില്ലാത്ത? നിത്യ തേജസിംഘനമോർത്തിടുമ്പോ അപ്പോഴാ സാരമില്ലാത്തത്. അപ്പൊ നമുക്ക് ഈ ലോകം സാരമില്ലാതായി പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നിത്യ തേജസിന്റെ പ്രത്യാശയിലേക്ക്, കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് നമ്മൾ നോക്കിയാണ് നമ്മൾ ഈ ജഡാഭിലാഷത്തെ അടക്കുന്നത്. വേറൊന്നിനാലും ജഡാഭിലാഷം അടങ്ങുക. നിങ്ങൾ സന്യാസിയായി പോയാൽ ജഡാഭിലാഷം അടങ്ങല. അപ്പൊ നിങ്ങളുടെ അഭിലാഷം നിങ്ങളോട് തന്നെയാവും. ഇത്രയും മഹാൻ കള്ളു കുടിച്ചിട്ട് കള്ളുകൂടി നിർത്തിയവർ, അല്ലാത്തവർക്ക് കള്ളു കുടിച്ചില്ല എന്നുള്ള വലിയ കാര്യം. ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് കള്ള് ടേസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ മരുന്ന് കഴിക്കുന്നതിൽ 5 ml താഴെയായിരുന്നു എന്റെ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്രയും നാളായി സഹോദര കള്ളു കുടിച്ചിട്ടെന്ന് പറയുന്നതിനകത്ത് ഒന്നുമില്ല. ബിക്കോസ് ഫോർ മീ എമോഷൻ നത്തിങ്. പക്ഷെ അതേസമയത്ത് ഞാൻ കള്ളു കുടിച്ച് ബോധം കണ്ട് നടക്കുന്ന ഒരാൾ കള്ളുകൂടി നിർത്തിയാണെങ്കിൽ എനിക്കത് വളരെ സീരിയസ് കാര്യമാണ്. കാരണം എന്നെ സംബന്ധിച്ച് ദാറ്റ്സ് എ വെരി സീരിയസ് തിങ് ദാറ്റ് ഐ കുഡ് സ്റ്റോപ്പ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. അല്ലെ? അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ അതൊരു പോരാട്ടമാണ്. അതിനെ ജയിക്കുന്നു, അതൊരു തലം. പക്ഷെ നമുക്കതൊരു പോരാട്ടമേ അല്ല, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല എന്നുള്ള ഒരു തലം. അതെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന പോലും ഇല്ലാത്തത്? നമുക്ക് അതിമഹത്തായ ഒരു കാര്യം സ്വർഗത്തിലിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ വക കാര്യങ്ങളോട് യാതൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് തുടരുമെന്നുള്ളൊരു നിയമം ഉള്ളത് നല്ലതാ, പക്ഷെ നമുക്കത് വേണ്ട. എന്തുകൊണ്ട് വേണ്ട? അത് ഉണ്ടേലും ഇല്ലേലും നമുക്കത് വേണ്ട. എന്തുണ്ടേലും ഇല്ലേലും, ഇങ്ങനൊരു നിയമം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് അതിനോട് താല്പര്യമില്ല. എന്തുകൊണ്ട് താല്പര്യമില്ല? ഞാൻ അങ്ങോട്ടല്ല നോക്കുന്നത്. ഞാൻ നോക്കുന്നത് നിത്യമായ തേജസ്സിലേക്കാണ്. എനിക്ക് വർഗീസ് പാസ്റ്ററെ നോക്കുമ്പോൾ എനിക്ക് ഒരു കുറ്റവും പറയാനില്ല. കാരണം എന്താ? ഞാൻ നോക്കുന്നത് ക്രിസ്തു ഇരിക്കുന്ന ഉയരത്തിലേക്കാണ്. അവിടെ ഞങ്ങൾ രണ്ടുപേരും കാണും ഒരു ദിവസം എന്ന് പ്രത്യാശയോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാണ്? അപ്പോൾ ശരിക്കും ഈ ജഡാഭിലാഷം, എന്നോടുള്ള എൻ്റെ അഭിലാഷം മാറാനുള്ള വഴി കുറെ നിയമങ്ങൾ കൂടെ തലയിലെടുത്ത് വെക്കുമല്ല. അത് ഒരുപക്ഷെ നമ്മളെ കുറച്ച് നല്ലവരാക്കുമായിരിക്കാം. പക്ഷെ എനിക്ക് എന്നോട് തന്നെയുള്ള അഭിലാഷം വർദ്ധിപ്പിക്കുക ചെയ്യുന്നത്. എനിക്ക് എന്നോട് തന്നെയുള്ള അഭിലാഷം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നറിയില്ല, ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ഒരു സുഹൃത്ത് ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞു. പ്രസംഗം കഴിഞ്ഞിറങ്ങി ഒരു ആന്റി ഞാൻ ഈ സഹോദരനോട് ചോദിച്ചു, പാസ്റ്റർ എന്നെ കുറിച്ച് പാസ്റ്റർ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇവിടുത്തെ പാസ്റ്റർ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അപ്പൊ ഇദ്ദേഹം പറഞ്ഞില്ലല്ലോ, ഒന്നും പറഞ്ഞില്ലോ. ഒന്നും പറഞ്ഞില്ല? ഒന്നും പറഞ്ഞില്ല. എന്താ പ്രത്യേകം? എന്തെങ്കിലും വിഷമമുണ്ടോ, പ്രയാസമുണ്ടോ? പുള്ളിക്കാരി പറഞ്ഞു, അതേ, ഈ സഭയിലെ ഏറ്റവും താഴ്മയുള്ള അമ്മച്ചി ഞാനാന്ന് എല്ലാരും പറയുന്നു. അത് ഇദ്ദേഹത്തെ ഒന്ന് അറിയിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമായിരുന്നു. പാസ്റ്റർ പറഞ്ഞില്ല, പുള്ളിക്കാരിയായിട്ട് അതങ്ങ് പറഞ്ഞു. അതെന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് താഴ്മ പിടിച്ചു നിന്നിട്ട് എന്തെങ്കിലും പ്രതിഫലം വേണ്ടേ? അപ്പൊ അതാ ഈ വഴി ഒരു പുകഴ്ത്തലെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ഒരാൾ നിൽക്കുമ്പം ചില ആൾക്കാർ പറയാറുണ്ട്, ചേസ് പാസ്റ്റ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ലജ്ജ തോന്നിയത് അത് കേട്ടപ്പോഴാണ്. നിങ്ങൾ ആരും ദയവായിട്ട് അങ്ങനെ പറയരുത്. പ്രസംഗിക്കുന്നത് പോലെ ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, സത്യമായിട്ടും അല്ല. ഞെട്ടിയോ? ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെയാണ്. അവൻ സ്നേഹിച്ച നിലവാരത്തെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേസ് ജീവിച്ച ജീവിതം അല്ല എന്റെ പ്രസംഗം. ക്രിസ്തു എന്ന ലക്ഷ്യത്തിലേക്ക് ഞാൻ ഓടുന്ന പോലെ നിങ്ങൾ ഓടണമെന്നും നിങ്ങൾ ഓടുന്ന പോലെ ഞാനും ഓടണമെന്നും എൻ്റെ ആഗ്രഹം. അവിടെ ഞാൻ എത്തിച്ചേരാൻ കൊതിക്കുന്ന ഞരങ്ങുന്ന ലക്ഷ്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുവിശേഷത്തിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങളെ രക്ഷിക്കുന്ന ക്രിസ്തുവിന്റെ നീതിയാണ്, ചേസിന്റെ നീതിയല്ല. വാട്ട് ഐ അച്ചീവ്ഡ് ഈസ് നോട്ട് യുവർ മോഡൽ. The race I am running is your model. And the race you are running is my model. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓടുന്ന ഓട്ടം ക്രിസ്തുവിലേക്കാണെങ്കിൽ അത് നമുക്ക് മാതൃക പിൻപറ്റാം. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങളും അനുകരിപ്പിക്കുന്നു. അതിനൊരു വഴിയുണ്ട്, ഒരു മെത്തഡ് ഉണ്ട് അതിന്. ആ മെത്തഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അനുഗമിക്കാം. അതല്ലാതെ ചേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനിൽ യാതൊരു കണ്ടന്റും ഇല്ല. ഓൺലി ക്രൈസ്റ്റ്, ദർ ഇസ് നത്തിങ് എൽസ് ടു ബി ഗ്ലോറിഫൈഡ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം സത്യമായിട്ടും അങ്ങനെ അല്ലല്ലോ. ആണോ? നമ്മൾ പ്രസംഗിക്കുന്നതാണോ നമ്മൾ ജീവിക്കുന്നതല്ല?
നമ്മൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെയാണ്, നമ്മുടെ ഉള്ളിലുള്ള ജീവനെയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. ജീവിതം അങ്ങോട്ടാകാൻ വേണ്ടി നമ്മളെല്ലാം ഓടിക്കൊണ്ടിരിക്കുക. ഐ എം നോട്ട് പ്രീച്ചിങ് മൈ റൈച്ചസ്നെസ്, ഐ എം പ്രീച്ചിങ് ദ റൈച്ചസ്നെസ് ഓഫ് ക്രൈസ്റ്റ്. എന്റെ നീതി കേട്ട് നിങ്ങൾ ആരും നന്നാവാൻ പോകുന്നില്ല, അല്ലെ? നന്നാവാൻ പോകുന്നില്ല. പക്ഷെ കർത്താവിന്റെ നീതിയുടെ വെളിപ്പാടിനാണ് നമ്മളെ രക്ഷിക്കാൻ കഴിയുന്നത്. അതിൽ ചിലർ ഉപദേഷ്ടാക്കന്മാരെ വെക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെപ്പോലെ ഒരു അവയവങ്ങളാണ്, ഞങ്ങൾക്കും കൃപ ആവശ്യമാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിലവിളിക്കേണ്ടതും ആവശ്യമാണ്. നമ്മൾ നിലനിൽക്കുന്നു തോന്നുന്നവരല്ല, ഓടുന്നവരാണ്. പിടിക്കാമോ എന്ന് വിചാരിച്ച്, കർത്താവിന്റെ ആ നീതി പിടിക്കാമോ എന്ന് വിചാരിച്ച് ഓടുന്നവരാണ്. അവിടുത്തെ സമയം എന്തായതൊന്നും എനിക്കൊരു പിടിയില്ല. നമുക്ക് അവസാനിപ്പിക്കാം. ഈ കൊളോസ്യർ 3:1, 2, 3 നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് അവസാനം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന് വലതുഭാഗത്തിരിക്കുന്ന നിലമായി ഉയർത്തിയുള്ളത് അന്വേഷിക്കും. ഭൂമിയിലുള്ളതല്ല. അതും ജഡാഭിലാഷം എവിടെ ഉള്ളതാണ്? ഭൂമിയിലുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും പ്രസംഗം ഭൂമിയിലുള്ളത് അന്വേഷിക്കാൻ നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ജഡാഭിലാഷത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അത് നിങ്ങൾ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും ഈ ജഡാഭിലാഷം അടങ്ങില്ല. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മുടെ സ്വപ്നം അതാണ്, പ്രത്യാശ. അപ്പം ആ പ്രത്യാശയിൽ നിറയുന്ന ഒരാൾക്ക് ഭൂമിയിലെ തേജസ് കാര്യമല്ല. അങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ ജീവിക്കുന്ന കാര്യങ്ങൾ തന്നെയാന്ന് പറയുമ്പോൾ അവിടുത്തെ ക്രിസ്തു ആ ആളാണ്. ലുക്ക് അറ്റ് മീ വൺസ്. എന്നെ നേരെ നോക്കിക്കേ. ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ ജീവിക്കുന്നതാണ് ബ്രദറെ, ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നു പറയുമ്പോൾ നിങ്ങളുടെ എക്സാമ്പിൾ ആരാ? നിങ്ങളുടെ എക്സാമ്പിൾ ഞാനാണ്. അപ്പൊ ആരുടെ ജീവിതം നിങ്ങൾക്ക് കിട്ടുന്നത്? എന്റെ ജീവിതം കിട്ടുന്നത്. ഐ ബിക്കം അനദർ ക്രൈസ്റ്റ്, റൈറ്റ്? യു ആർ ഫോളോയിങ് മീ, യു ആർ ബിക്കമിങ് മൈ ഫോളോവർ. ഐ ബിക്കം എ ഗുരു. ഇല്ല, ഒരുവനത്രേ നിങ്ങളുടെ ഗുരു, നിങ്ങളോ ഏവരും സഹോദരന്മാർ. ഒരുവനത്രേ നിങ്ങളുടെ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നമ്മളെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഓടി തെങ്ങിന്റെ മുകളിൽ കയറാനല്ല, ഓടി നമ്മുടെ 5 നില കെട്ടിടത്തിന്റെ മുകളിൽ കയറാനല്ല, എയർപ്ലെയിനിൽ കയറി ശൂന്യാകാശത്ത് പോകാനല്ല. അതിനൊക്കെ മുകളിൽ മനുഷ്യർക്ക് അപ്രാപ്യമായ ഉയരത്തിൽ കർത്താവിന്റെ തേജസ്സിലേക്ക് പോകാൻ വേണ്ടിയാണ്. കർത്താവ് നോക്കുമ്പോൾ എല്ലാവരും ആ തേജസ് കുറഞ്ഞവരാ, സകല മനുഷ്യരും. So we all are pushing to that righteousness by faith. അതേസമയത്ത് പ്രവൃത്തിയാലുള്ള നീതി നമ്മളെ അങ്ങോട്ട് എത്തിക്കില്ല, നമ്മളെ മനുഷ്യരുടെ ഏതെങ്കിലും ഒരു തലത്തിലേക്ക് മാത്രമേ എത്തിക്കൂ. ഞാൻ മഹാപൗരോഹിത്യത്തെ കുറിച്ച് തുടങ്ങണം എന്ന് ആഗ്രഹിച്ചത്, പക്ഷെ അത് ദൈവം അത്രയും എന്നെ എത്തിക്കാൻ അനുവദിച്ചില്ല. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ അത് കാണുന്നതായിരിക്കും. കാരണം ഈ പ്രത്യാശയെ പിടിച്ചുകൊള്ളുവാൻ അത് ആവശ്യമാണ്. എന്താണ് ഈ മഹാപൗരോഹിത്യവും നമ്മുടെ പ്രത്യാശയും പരിജ്ഞാനം തമ്മിലുള്ള ബന്ധമെന്ന് നമ്മൾ ഈ 2 ദിവസങ്ങളിൽ കാണാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന വചനത്തിനായ സ്തോത്രം. അത് കൃത്യമായി ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് സ്തോത്രം. അത് ഞങ്ങളുടെ ജീവിതത്തിന് അത്യാവശ്യവും കർത്താവ് മതിയായതുമായാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അതോറിറ്റിയോടുകൂടി വചനം ഞങ്ങളോട് സംസാരിക്കുവാൻ ഞങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നു. കർത്താവ് പൂർണ്ണ അധികാരത്തോടെ ഞങ്ങളുടെ വചനം സംസാരിക്കണം. നന്ദിയോടെ സ്തോത്രം. വചനം കേട്ട എല്ലാവരും അടുത്ത കരങ്ങളിൽ തരുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.